കഥ തുടരുന്നു. പിറ്റേന്ന് ആദിയോട് ശരണിനെക്കുറിച്ച് പറയണമെന്ന് മനസ്സിലുറപ്പിച്ചാണ് അതിഥി ഓഫീസിലെത്തിയത്. നിനക്കറിയാലോ ഞാൻ ബീഫ് കഴിക്കില്ലെന്ന്. എന്നിട്ട് നാട്ടിൽ പോയപ്പോൾ ഇതാണോ നീ കെട്ടിവലിച്ചു കൊണ്ടുവന്നത്? രാവിലെ തന്നെ ബീഫ് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്ന ആദിയെയും ശക്തിയെയും ഇരുത്തി നോക്കി പിണങ്ങി അവൾ ഡെസ്കിലേക്ക് നടന്നു. ഡെസ്കിലെത്തി മേശ തുറന്നപ്പോൾ അതിൽ അവൻ ഒളിപ്പിച്ചു വെച്ച ചിപ്സും അച്ചാറുമെല്ലാം കണ്ട് പിണങ്ങിപ്പോയ അതേ വേഗത്തിൽ അവൾ ആദിയുടെ അടുത്തേക്ക് തിരിച്ചോടി. എന്നാ ഒരു അവിഞ്ഞ ചിരി. ആ സാധനം കൊണ്ട് വയ്ക്കേണ്ടായിരുന്നു. അതാവുമ്പോൾ 2 ദിവസം മിണ്ടാതിരുന്നേനെ. എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയേനെ. ആദി പാത്രത്തിലുണ്ടായ അവസാന ബീഫ് കഷ്ണവും വായിലേക്കിട്ടു. നീ ഇതൊന്ന് നിർത്താവോ? എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. കൈ കഴുകാൻ പോലും സമ്മതിക്കാതെ അവനെയും വിളിച്ച് കഫേയിൽ കൊണ്ടിരുത്തി അവൾ ശരണിനെ കണ്ടതു മുതലുള്ള കഥ വിവരിച്ചു. നീ എന്താ ഒന്നും പറയാത്തത്? കഥ മുഴുവൻ കേട്ടിട്ടും ഒന്നും മിണ്ടാതിരുന്ന ആദിയുടെ തലയ്ക്ക് അവളൊരു കൊട്ടു കൊടുത്തു. ഒന്നുമില്ലടി, അവനേക്കാൾ ഗതികെട്ടവനായി ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചതാ. നിന്റെ വായിന്ന് ഇതൊക്കെ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാഞ്ഞത്. നിന്നോടൊക്കെ ഇത് പറഞ്ഞ എന്നെ വേണം തല്ലാൻ. അതിഥി ദേഷ്യത്തിൽ കസേര നീക്കി തിരിഞ്ഞു നടന്നു. എടി, ഞാൻ അവനൊന്ന് കാണട്ടെ. രക്ഷപ്പെടാൻ സമയമുണ്ടെന്ന് പറയാലോ. അവൾ കേൾക്കാൻ അവൻ അല്പം ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. നീ പോടത്തേണ്ടി. അവൾ തിരിഞ്ഞു നോക്കാതെ തിരിച്ചു നടന്നു. വന്ന് കയറിയപ്പോൾ തന്നെ രണ്ടും കൂടെ വഴക്കായോ? അതിഥിയുടെ തെറിവിളി കേട്ടാണ് ഗീത ചേച്ചി കയറി വന്നത്. അവൻ നന്നാവില്ല ചേച്ചി, പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയോ? എവിടെ ഒതുങ്ങാൻ? അവർ നന്നാവില്ല, അത്രയേ ഉള്ളൂ. ഞാൻ 2 ദിവസമായി ഫോൺ എടുക്കാറില്ല. നിനക്ക് വീട്ടിൽ കല്യാണത്തിൻ്റെ സംസാരമൊക്കെ തുടങ്ങേണ്ട സമയമായല്ലോ. അതൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ നാട്ടിൽ നിൽക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. അടുത്ത മാസം കുടുംബത്തിൽ ഒരു വീട്ടുതാമസമുണ്ട്. അതിന് എന്തായാലും പോകണം. അന്ന് കുടുംബക്കാരെല്ലാം ചേർന്ന് എന്നെ കെട്ടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലേ? ഞങ്ങളൊന്ന് മര്യാദയ്ക്ക് പ്രേമിച്ച് പോലും തുടങ്ങിയില്ലേ ചേച്ചി? ലഞ്ചിന് കാണാട്ടോ, എനിക്ക് വർക്കുണ്ട്. ചേച്ചിയോട് ബൈ പറഞ്ഞ് ലാപ്ടോപ്പ് ഓണാക്കി. ബാംഗ്ലൂരിൽ വന്ന സമയത്ത് ഈ സിറ്റി തനിക്ക് സെറ്റാവില്ലെന്ന് കരുതി കൊൽക്കത്തയിലേക്കുള്ള ജോലിക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. ദേ ഇപ്പോൾ ആ ജോലിക്ക് സെലക്ട് ആയെന്ന് പറഞ്ഞുകൊണ്ടുള്ള മെയിൽ വന്നിരിക്കുന്നു. കുറച്ചു നേരം ആ മെയിൽ ആവർത്തിച്ച് വായിച്ച് തൽക്കാലം ഈ ഓഫർ നിരസിക്കുമെന്ന് മറുപടി അയച്ച് അവൾ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തു. അവൻ്റെ വാട്സപ്പ് മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുക എന്നതല്ലാതെ വലിയ വർക്കൊന്നും നടന്നില്ല എന്നതാണ് സത്യം. ചേച്ചി എണീക്കുന്നില്ലേ? ആൻറ്റിയുടെ വീട്ടിൽ പോകേണ്ട, സാരി എടുക്കണ്ടേ? ഞായറാഴ്ച രാവിലെ ദേവിക തട്ടി വിളിച്ചപ്പോഴാണ് അതിഥി ഉറക്കമുണർന്നത്. ഇന്നലെ അവനോട് സംസാരിച്ച് ഒരുപാട് വൈകിയാണ് കിടന്നത്. സാക്ഷിയും ദേവികയും കുളിയെല്ലാം കഴിഞ്ഞ് ഒരുക്കം തുടങ്ങിയിരുന്നു. ശരൺ ചേട്ടൻ കാറും കൊണ്ട് കൃത്യം 10 മണിക്ക് വരില്ലേ? കുളിക്കാൻ ഇറങ്ങിയ അതിഥിയോട് വീണ്ടും സമയം ഉറപ്പിക്കാനായി ദേവ് ചോദിച്ചു. അവൻ പറഞ്ഞാൽ സമയത്ത് വരും. നിന്റെ പയ്യൻ ഇനി ലേറ്റാവാതെ ഇരുന്നാൽ മതി. സാക്ഷി, സിദ്ധ് ഓഡിറ്റോറിയത്തിലേക്ക് അല്ലേ വരുന്നത്? നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. വേണ്ട, അവൻ നേരെ വന്നോളും. ഉടുക്കാൻ എളുപ്പം ഫാൻസി സാരിയാണെന്ന് പറഞ്ഞ് സാരി വാങ്ങിയിട്ട് രാവിലെ മുഴുവൻ അതും കൊണ്ട് സഹിക്കട്ട സാക്ഷി ഒടുവിൽ അപ്പുറത്തെ റൂമിലെ ചേച്ചിയെ സഹായത്തിന് വിളിക്കാൻ പോയി. അവളും വേഗത്തിൽ ഒരു കുളി പാസ്സാക്കി ആൻറ്റിയുടെ വീട്ടിലേക്ക് നടന്നു. അമ്മ ഇപ്പോൾ തന്നെ 8:30 കഴിഞ്ഞു. ഈ ഒരു മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് റെഡിയാവുന്നത്? ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ വരണമെന്ന്. ചെന്ന് കയറിയപ്പോൾ തന്നെ ആൻറ്റി അതിഥിയെ ചീത്ത പറയുന്നത് കേട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന ശാലു അടക്കി ചിരിച്ചു. അമ്മേ, ചേച്ചിക്ക് ഈയിടെയായി സന്തോഷം ലേശം കൂടുതലാണോ? സാരി ഉടുക്കുന്നതിനിടെ ശാലു ഒരു ഇഡ്ഡലിയെടുത്ത് സാമ്പാറിൽ മുക്കി അതിഥിയുടെ വായിൽ വെച്ച് കൊടുത്തു. ഇത്രയും കാലം ഞാൻ എപ്പോഴും സങ്കടപ്പെട്ട് നടക്കുന്നു എന്നായിരുന്നു പരാതി. ഇപ്പോൾ ഇങ്ങനെയായോ? ദേ, നീ അധികം കളിച്ചാൽ ഞാൻ ആ ബാൽക്കണി അടച്ചു പൂട്ടിക്കട്ടോ. അതിഥി ചിരിച്ചുകൊണ്ട് അവൾക്കൊരു താക്കീത് നൽകി. അതിഥി റെഡിയായി വന്നപ്പോഴേക്കും ഹോസ്റ്റലിന് താഴെ കാറുമായി ശരൺ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ത് ഭംഗിയാ എൻ്റെ റൂംമേറ്റിനെ കാണാൻ അല്ലേ? പക്ഷേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതിയോ? നമുക്ക് പോകണ്ടേ? വയലറ്റ് സാരിയും ചെറിയ ഗോൾഡൻ മാലയും മുല്ലപ്പൂവുമൊക്കെ ചൂടി ഒരുങ്ങി വന്ന അതിഥിയെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്ന ശരണിനെ സാക്ഷി തട്ടി വിളിച്ചു. യു ലുക്ക് ബ്യൂട്ടിഫുൾ. ചുറ്റുമുണ്ടായിരുന്നവരെ ഒന്നും നോക്കാതെ ശരൺ അതിഥിയെ എപ്പോഴത്തെയും പോലെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. ചേച്ചി, ഇതാ അമൽ. ദേവിക കാറിൽ ചാരി മാറി നിന്ന പയ്യനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു. കാണുമ്പോൾ ഇത്രയും പാവമായ ഈ പയ്യനാണ് ദേവുവിനെ ഇത്രയും കഷ്ടപ്പെടുത്തതെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അവൾ അവന് കൈകൊടുത്ത് പരിചയപ്പെട്ടു. നീ എൻ്റെ അടുത്തിരിക്കെ. കാറിലെ പിറകു സീറ്റിൽ കയറാൻ പോയ അതിഥിയെ ശരൺ പിടിച്ച് മുൻസീറ്റിലിരുത്തി. നീ ഇന്നും പൂ വാങ്ങിച്ചിട്ടാണോ വന്നത്? സീറ്റിലുണ്ടായ വയലറ്റ് ഓർക്കിഡ് പൂവ് അവളെടുത്ത് മടിയിൽ വെച്ചു. മുന്നിലും ബാക്കിലും റൊമാൻസ്. ഞാൻ ഇവിടെ പെട്ടുപോയല്ലോ. എല്ലാവരെയും മാറി മാറി നോക്കി സാക്ഷി പരിഭവിച്ച് മുഖം തിരിച്ചു. ബാംഗ്ലൂർ വന്നിട്ട് ആന്ധ്ര സ്റ്റൈൽ കല്യാണം കൂടാനും ഒരു ഭാഗ്യം വേണം. അശ്വിനിയുടെ കല്യാണ ചടങ്ങുകൾ കണ്ട് അമൽ എല്ലാവരോടും ഒന്നുപോലെ പറഞ്ഞു. മഞ്ഞയിൽ പച്ച ബോർഡറുള്ള കസവ് സാരിയും നെറ്റിയിൽ കുഞ്ഞു കിരീടവും വലിയ മൂക്കുത്തിയുമൊക്കെയായി അണിഞ്ഞൊരുങ്ങിയ അശ്വിനിയെ നോക്കി സാക്ഷിയും അതിഥിയും കൈവീശി.
സോറി, ഞാൻ കുറച്ച് ലേറ്റായി. സാക്ഷിക്ക് മുഖം കൊടുത്താൽ ചീത്ത കേൾക്കുമെന്ന് പേടിച്ചിട്ടാണ് സിദ്ധ് വന്ന പാടെ ശരണിനും അമലിനും ഇടയിലേക്ക് ഒരു കസേര വലിച്ചിട്ടിരുന്നു. സ്റ്റേജിൽ തകൃതിയായി കല്യാണ ചടങ്ങുകൾ നടക്കുമ്പോഴും സാക്ഷിയെ നോക്കി കൈക്കൊണ്ട് മൂന്നും ടോട്ടൽ 6 പേര് അടിപൊളി എന്ന് കാണിച്ച് അശ്വിനി പൊട്ടിച്ചിരിച്ചു. ഫോട്ടോ എടുക്കാൻ സ്റ്റേജിൽ കയറിയപ്പോൾ എല്ലാവരെയും പിടിച്ച് ജോഡിയാക്കി നിർത്തി വട്ടുപിടിപ്പിക്കാനും അവൾ മറന്നില്ല. ഈ ആൺപിള്ളേരെ എത്ര പെട്ടെന്ന് കമ്പനിയാവുന്നത് അല്ലേ? കുറച്ച് മാറി നിന്ന് എന്തൊക്കെയോ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു കൊണ്ടിരുന്ന ശരണിനെയും അമലിനെയും സിദ്ധിനെയും നോക്കി സാക്ഷി പറഞ്ഞു. നമ്മുടെ തന്നെ വല്ല കുറ്റവും പറയുന്നതാവും, അല്ലാതെ ഇവർക്ക് ഇതിനു മാത്രം എന്താ പറയാൻ? അങ്ങനെ വിട്ടാൽ പറ്റില്ല, ചേച്ചി വാ. ദേവു അവരെയും വിളിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന അവർക്കിടയിലേക്ക് കയറി ചെന്നു. ഹോസ്റ്റലിൽ എല്ലാവരെയും ഭരിച്ചു നടന്ന സാക്ഷിയെ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ് സിദ്ധു നോക്കുന്നത്. എങ്ങനെയുള്ളവരായാലും പ്രായം എത്രയായാലും എല്ലാവരിലും ഒരു കൊച്ചു കുട്ടിയുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. എപ്പോഴും പുഞ്ചിരിച്ച് അവളെ കളിയാക്കി അവളുടെ പരാതികൾ മൂളിക്കേട്ട് ഇടയ്ക്ക് മുഖത്തോട്ട് വീണുകിടന്ന അവളുടെ മുടി നേരെയാക്കി എപ്പോഴും കൂടെയുണ്ടെന്ന് തോന്നിപ്പിച്ച്. പക്ഷേ അതേസമയം അവൾക്ക് അവളായി നിൽക്കാൻ കഴിയുന്ന ഒരിടം. വീട്ടുകാരെ വേദനിപ്പിച്ച് സാക്ഷി ഒരിക്കലും ഒരു തീരുമാനം എടുക്കില്ലെന്ന് സിദ്ധിനും നന്നായിട്ടറിയാം. ഒന്നാകുമെന്ന് ഒരിറ്റ് പ്രതീക്ഷ പോലെ ഇല്ലാഞ്ഞിട്ടും കലഹങ്ങളില്ലാതെ ഇത്ര മനോഹരമായി പരസ്പരം ചേർത്ത് പിടിക്കാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നുവെന്ന് അതിഥിക്ക് അത്ഭുതം തോന്നി. ഇവിടെ വന്ന് ഈ നേരത്തിനുള്ളിൽ ഒരു 10 തവണയെങ്കിലും അമൽ ദേവുമായി അടിയുണ്ടാക്കി കഴിഞ്ഞിരുന്നു. പട്ടുപാവായുടെ ബ്ലൗസിന് ഇറക്കം കുറവാണ്, വയർ കാണുന്നു. അവൻ കൂടെയുള്ളപ്പോൾ കാലിന്മേൽ കാലെടുത്ത് വച്ചിരുന്നു. ഒരുപാട് മേക്കപ്പ് ഇട്ടു. സിദ്ധിനോടും ശരണിനോടുമൊക്കെ ഇത്ര സ്വാതന്ത്ര്യമെടുത്ത് സംസാരിക്കുന്നതെന്തിന് എന്ന് തുടങ്ങി ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവൾക്ക് പിറകെ നടക്കുന്ന അമലിനെ കണ്ടപ്പോൾ അതിഥിക്ക് നേരെ ചെന്ന് 2 എണ്ണം പൊട്ടിക്കണമെന്ന് തോന്നി. എത്ര സന്തോഷമായിരിക്കാൻ അവൾ ശ്രമിച്ചാലും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അത് ഇല്ലാതാക്കണമെന്ന ഒരു അനാവശ്യ വാശി അവനുണ്ട്. എന്നിട്ട് നിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര കരുതലുള്ളത് കൊണ്ടാണ് എന്ന മുടന്ത ന്യായവും. എല്ലാവരെയും നോക്കി ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്ന അവളെ ശരൺ പിറകിലൂടെ വലിച്ച് ആളൊഴിഞ്ഞ ഒരിടത്തേക്ക് മാറ്റി നിർത്തി. നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ഇപ്പോൾ കണ്ടല്ലോ, എന്നാ പിടിവിട്, അവൾ ചിരിയൊളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്ത് വർത്തമാനമാടോ? ആദ്യമായി സാരിയൊക്കെ ഉടുത്തു വന്നിട്ട് ഒരു ഉമ്മ പോലും തരാതെ. അയ്യടാ, ഒരു ഉമ്മയുമില്ല, നീ പോയേ. അവൾ അവൻ്റെ നെഞ്ചിൽ കൈ അമർത്തി പിറകോട്ട് തള്ളി. നീ ഇവിടെ നിൽക്കുവാണോ? നിന്നെ ഞാൻ എത്ര നേരമായി നോക്കുന്നു. അടുത്ത് നിന്ന ശരണിനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ സാക്ഷി അതിഥിയുടെ കൈയും പിടിച്ച് നടന്നു. ഇവിടെ ഞാൻ കൊല്ലും, ഉറപ്പാ, ശരണിനെ തിരിഞ്ഞു നോക്കി ചിരിച്ച അതിഥിയോട് അവൻ ആംഗ്യത്തിൽ പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായതിനാൽ ഭക്ഷണം കഴിച്ച് അശ്വിനിയോട് യാത്ര പറഞ്ഞ് അവർ വേഗം ഇറങ്ങി. ദേവുവിനെയും സാക്ഷിയെയും ഹോസ്റ്റലിൽ വിട്ട് എന്തായാലും കാർ എടുത്തതല്ലേ, ഒരു ഡ്രൈവ് പോയി വരാമെന്ന് പറഞ്ഞ് അതിഥിയെ ശരൺ പിടിച്ചിരുത്തി. ദയവ് ചെയ്ത് ഗ്ലാസ് തുറക്കരുത് അതിഥി, വെള്ളം മുഴുവൻ അകത്ത് കയറും. പുറത്തെ മഴ ആസ്വദിക്കാൻ ഗ്ലാസ് തുറക്കാൻ പോയ അതിഥിയോട് ഒരു അപേക്ഷ എന്ന പോലെ അവൻ പറഞ്ഞു. എനിക്ക് മഴ കാണണം, അല്ലെങ്കിൽ നീ എനിക്കൊരു പാട്ട് പാടിതാ. ആഹാ, ഭീഷണിയാണോ? എൻ്റെ കയ്യിൽ ഗിറ്റാറൊന്നുമില്ലടോ. ഗിറ്റാറൊന്നും വേണ്ട, നീ വെറുതെ പാടിയാൽ മതി. ഏത് പാട്ടാണ് വേണ്ടേ? നിനക്കല്ലേ എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ അറിയുന്നേ, നീ അതിലേതെങ്കിലും പാടിയാൽ മതി. എന്തോ മൊഴിയുവാനുണ്ടാകും ഈ മഴയ്ക്കെന്നോട് മാത്രമായി, ഏറെ സ്വകാര്യമായി. സന്ധ്യ തൊട്ടേ വന്നു നിൽക്കുകയാണവൾ എൻ്റെ ജനാല തന്നരികിൽ, ഇളം കുങ്കുമക്കാറ്റിൻ്റെ ചിറകിൽ. എന്തോ മൊഴിയുവാനുണ്ടാകുമീ മഴയ്ക്കെന്നോട് മാത്രമായി, ഏറെ സ്വകാര്യമായി. പണ്ടു തൊട്ടേ എന്നോട് ഇഷ്ടമാണെന്നാവാം, പാട്ടിൽ പ്രിയമൊന്നുമാവാം. എന്നോ പഠിച്ചു മറന്ന രാഗങ്ങളെ പിന്നെയും ഓർമ്മിക്കയാവാം, ആർദ്ര മൗനവും വാചാലമാവാം. സ്റ്റിയറിങ്ങിൽ താളമിട്ട് വരികൾ ഓർത്തെടുത്ത് പാടിക്കൊണ്ടിരുന്ന അവനെ എത്ര നോക്കി നിന്നാലും മതിയാകില്ലെന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിലും നമുക്കത്രമേൽ പ്രിയമുള്ള ഒരാൾ നമുക്ക് വേണ്ടി, നമുക്ക് മാത്രം വേണ്ടി ചെയ്യുന്നത് എന്തും ഒരിക്കലും അവസാനിക്കാൻ ആരും ഇഷ്ടപ്പെട്ടില്ലല്ലോ. എടോ, തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഡോറിൽ തലചായ്ച്ച് അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന അവളെ അവൻ തട്ടി വിളിച്ചു. അടുത്ത ശനി ഞായർ ഞാൻ ഫ്രീ അല്ല കേട്ടോ. ഫോൺ കട്ട് ചെയ്തതോടെ അതിഥി പറഞ്ഞു. അതെന്താ? എൻ്റെ ഒരു മാമൻ്റെ മോനൊരാളുണ്ട്, കണ്ണൻ, എൻജിനീയറിംഗ് കഴിഞ്ഞതാ. അവനും അവൻ്റെ ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. എന്തോ ഇൻ്റർവ്യൂ ഉണ്ടത്രേ. അവർക്കിനി 2 ദിവസം താമസിക്കാൻ ഒരു സ്ഥലം സെറ്റാക്കണം. പിന്നെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോകണം. എവിടെയാണ് നിർത്തുന്നത്? ആദ്യയുടെ അടുത്ത് നിർത്താം, അതോ നല്ലത്. ആദ്യയോട് സമ്മതമൊക്കെ ചോദിക്കുന്നതിന് മുൻപേ അതിഥി തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. എടോ, അവർ വേണേൽ എൻ്റെ കൂടെ നിൽക്കട്ടെ. നിനക്ക് നമ്മുടെ കാര്യം അവൻ അറിയുന്നതിൽ പ്രശ്നമുണ്ടായാൽ വേണ്ട. അല്ലെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെടാലോ. കുടുംബത്തിൽ വന്ന് കയറുമ്പോൾ നമുക്കൊരു ഹോൾഡുള്ളത് നല്ലതല്ലേ. നീ ചെറിയ ഗ്യാപ്പിൽ അത്രയും ചിന്തിച്ചു കൂട്ടിയോ? കണ്ണൻ അറിയുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ അനിയനെ കൊണ്ട് നിനക്ക് ശല്യമായെന്ന് പറയരുത്. പിന്നെ ഇടയ്ക്കൊക്കെ എൻ്റെ കൈവിട്ട് ഈ ഗിയറൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. അവളുടെ കൈ മുറുക്കെ പിടിച്ച് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അമ്മോ, നീ ഒരാഴ്ച മുൻപേ വരില്ലേ? ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്.
ഇപ്പോൾ കുറച്ച് ദിവസമായി ഫോൺ വിളിക്കുമ്പോൾ അച്ഛനും അമ്മയും മാറി മാറി ചോദിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. അവൾക്ക് ദേഷ്യം വന്നു. നീ അവിടെ പോയിട്ട് 8 മാസം കഴിയാറായി, ഇതുവരെ വീട്ടിലേക്ക് വരണമെന്ന് തോന്നിയില്ലല്ലോ. കുടുംബത്തിലൊരു പരിപാടി നടക്കുമ്പോഴെങ്കിലും വാ. കണ്ണൻ വരുന്നില്ലേ അങ്ങോട്ട്? അവൻ തിരിച്ചു വരുമ്പോൾ നീ നാട്ടിലേക്ക് വാ അവൻ്റെ കൂടെ. ഇവരിത് പ്ലാൻ ചെയ്തിട്ടാണ് കണ്ണനെ ഈ ആഴ്ച ഇങ്ങോട്ട് വിടുന്നതെന്ന് അവൾക്ക് തോന്നി. കല്യാണമൊന്നുമല്ലല്ലോ അമ്മേ, വീട് താമസമല്ലേ. അതിന് ഒരാഴ്ച മുൻപേ ഒന്നും വരേണ്ട. എനിക്ക് ലീവും കിട്ടില്ല. ഞാൻ വ്യാഴാഴ്ച വരും. ഞായറാഴ്ച പരിപാടി കഴിഞ്ഞ് തിങ്കളാഴ്ച തിരിച്ചു വരും. ഇതിൻ്റെ മേലെ ഇനി ഒരു സംസാരം വേണ്ട. വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് തോന്നിയപ്പോൾ അവൾ ഫോൺ കട്ട് ചെയ്ത് കിടന്നു. ശനിയാഴ്ച അതിഥിക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നതിനാൽ ശരൺ തന്നെയാണ് കണ്ണനെയും ഫ്രണ്ടിനെയും പിക്ക് ചെയ്യാൻ പോയത്. അവരെ ഇൻ്റർവ്യൂവിന് വിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് അതിഥിയും ശരണും കൂടെ ഫ്ലാറ്റിലെത്തി. ഇതാണ് സാമുവും രാഹുലും. ശരൺ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ അവൻ്റെ റൂംമേറ്റ്സിനെ അവർ അന്ന് ആദ്യമായാണ് നേരിൽ കണ്ടത്. അവർ പരസ്പരം കൈകൊടുത്ത് പരിചയപ്പെട്ടു. നിങ്ങളെല്ലാം ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യുന്നത്? എന്നിട്ടെന്താ ചായ കുടിക്കാനൊന്നും അവിടെ കാണാത്തത്? ഡിന്നർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ശരണിനെ സഹായിക്കാനെന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറി അവനെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന സാമിനെ നോക്കി അവൾ ചോദിച്ചു. അയ്യോ, ആ കഥ അപ്പോൾ സാറ് പറഞ്ഞിട്ടില്ലേ? എന്ത് കഥ? ഞാൻ പറയട്ടെ? സാം ഒരു സംശയത്തിൽ ശരണിനെ നോക്കി. അവൻ്റെ അനുവാദമൊന്നും വേണ്ട, നീ പറ, അതിഥി പ്രോത്സാഹിപ്പിച്ചു. മറുപടിയൊന്നും പറയാതെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരുന്ന ശരണിൻ്റെ മൗനം സാം സമ്മതമായി എടുത്തു. ഇവന് ലേശം വൃത്തിയും പിന്നെ ചില കാര്യങ്ങളിൽ അനാവശ്യ വാശിയും ഒക്കെയുള്ള കാര്യം ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? നമ്മുടെ ഓഫീസിലെ കഫേയിൽ നിന്നല്ലാതെ ആ ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ ഇവൻ വരില്ലായിരുന്നു. ആൾക്ക് വൃത്തി പോരാ എന്നാണ് മൂപ്പരുടെ അഭിപ്രായം. 1.5 വർഷത്തോളം ഇവിടെ ജോലി ചെയ്തിട്ട് ആകെ ഒരു തവണയാണ് അവൻ ആ ചായക്കടയിൽ വന്നിട്ടുള്ളത്. നിന്റെ ഡയറി കളഞ്ഞു പോയ അന്ന് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ചായ കുടിക്കാൻ അവിടെ കയറി. അപ്പോൾ ഇവൻ ഇസ്തിരി ഇട്ട് വെച്ച ഷർട്ട് ഞാൻ ഇട്ടുകൊണ്ട് വന്നു. ഇപ്പോൾ കണ്ടില്ലെങ്കിൽ എന്നെ ഇനി 3 ദിവസം കഴിഞ്ഞേ കാണൂ. ചീത്ത വിളിക്കാൻ മറന്നു പോകും എന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാൻ വന്നതാ അന്നാണ് ആ ഡയറി കിട്ടുന്നത്. സാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നമ്മൾ എത്ര വിളിച്ചാലും അവന് വൃത്തിയുടെ വിഷയമായിരുന്നു. ഇപ്പോൾ അതിൽ പിന്നെ ആ ചായക്കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ എന്ന സംശയമാണ്. രാഹുലും സാമിനെ പിന്താങ്ങി. മതിയാക്കടാ, ഒരു അവസരം കിട്ടുമ്പോൾ മാക്സിമം മുതലെടുക്കണം അല്ലേ? ശരൺ അവരെ രണ്ടുപേരെയും കിച്ചണിൽ നിന്നും ഇറക്കി വിട്ടു. നീ എന്തിനാ ചിരിക്കുന്നത്? അവനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്ന അതിഥിയെ നോക്കി ചോദിച്ചു. ഐ ലവ് യു. അതിഥി അവൻ്റെ ചോദ്യത്തിന് മറുപടിയൊന്നും കൊടുക്കാതെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടിട്ട് ഇത്രയും കാലമായിട്ടും നീ ഇന്നാണ് എന്നോടിത് പറയുന്നത് അറിയോ? അവൻ അവളുടെ തലയിൽ മുഖം ചേർത്തു. ഡിന്നർ റെഡിയായപ്പോഴേക്കും കണ്ണനും എത്തിയിരുന്നു. അതിഥിയെ കണ്ടപാടെ അവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. കൂടെയുണ്ടായ സുഹൃത്ത് നിഹാലിനെ അവൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഭക്ഷണമെല്ലാം കഴിച്ച് ഇറങ്ങാൻ പോയ അതിഥിയെ കണ്ണൻ പിടിച്ചു നിർത്തി. എത്ര കാലം കഴിഞ്ഞിട്ട് ചേച്ചിയെ കാണുന്നേ? ചേച്ചി ഇന്ന് പോകണ്ട, നമുക്കിവിടെ കൂടാം പ്ലീസ്. എനിക്ക് എന്തോരം കഥ പറയാനുണ്ടെന്നറിയാമോ? അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഇന്ന് വരില്ലെന്ന് സാക്ഷിയെ വിളിച്ച് പറഞ്ഞു. ഒരുപാട് നേരം കഥ പറഞ്ഞിരുന്ന് കാർഡ് കളിച്ച് ബാക്കി എല്ലാവരും ഉറങ്ങിയപ്പോൾ അതിഥിയും ശരണും കണ്ണനെയും വിളിച്ച് ടെറസിലേക്ക് പോയി. ചേട്ടാ, അതിഥി ചേച്ചി പണ്ട് ചേരട്ടയെ പിടിച്ച് തിന്നുമായിരുന്നു അറിയോ? ഗിറ്റാർ വായിച്ചുകൊണ്ടിരുന്ന ശരണിനോട് ഒരു സ്വകാര്യമെന്നാണോ കണ്ണൻ പറഞ്ഞു. അയ്യേ ശരിക്കും? അവൻ അല്പം അറപ്പോടെ അതിഥിയെ നോക്കി. എടാ പോടാ, അത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അറിയാതെ വായിലിട്ടതല്ലേ. അവൾ കണ്ണനെ ദേഷ്യത്തോടെ നോക്കി ന്യായീകരിക്കാൻ ശ്രമിച്ചു. അതെ, ഒരു തവണ കഴിച്ചാൽ അബദ്ധം. ഇത് 3 തവണ പിടിച്ചിട്ടുണ്ട്. പിന്നെ ചേച്ചിയെ കുറേ കാലം മുറ്റത്ത് പോലെ ഇറക്കില്ലായിരുന്നു. ശരണും കണ്ണനെ അവളെ കളിയാക്കി ചിരിച്ചു. ആഹാ, നല്ല ബെസ്റ്റ് അളിയന്മാർ. അവൾ ദേഷ്യത്തിൽ എണീറ്റ് പോയി. ചേട്ടാ, അമ്മു ചേച്ചിയെ നന്നായി നോക്കണം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട് പാവം. ഇപ്പോഴും ചേച്ചിക്ക് വേണ്ടി ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയേ ജീവിച്ചിട്ടുള്ളൂ. ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കും. ചേച്ചിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരേയൊരു കാര്യം ചേട്ടനോടുള്ള ഈ ഇഷ്ടമാണ്. അത് എപ്പോഴും അങ്ങനെ ഉണ്ടാവണം. കണ്ണൻ അല്പം വിഷമത്തോടെ പറഞ്ഞു. ശരൺ അതിന് മറുപടി നൽകാതെ അവൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് നിർത്തി. പിറ്റേന്ന് ബാംഗ്ലൂരൊക്കെ കറങ്ങി അവരൊക്കെ രണ്ടുപേരെയും നാട്ടിലേക്കുള്ള ട്രെയിൻ കയറ്റിവിട്ട് അതിഥിയെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യുമ്പോഴാണ് ഹോസ്റ്റലിന് മുൻപിൽ വെച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ദേവുവിനെയും അമലിനെയും കണ്ടത്. ഇവനെ ഒരു ദിവസം ഞാൻ എന്തെങ്കിലും ചെയ്യും ഉറപ്പാ. ദേവു കരയുന്നത് കണ്ട് വിഷമം വന്ന അതിഥി അമലിനെ വഴക്കു പറയാൻ പോകുന്നത് കണ്ട് ശരൺ അവളെ പിടിച്ചു നിർത്തി. വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് ഉറക്കെ ദേഷ്യപ്പെട്ട് അമൽ ദേവുവിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അത് കണ്ട് ശരൺ ഓടിച്ചെന്ന് അവൻ്റെ കോളറിൽ പിടിച്ചു തള്ളി. ആളുകൾ ശ്രദ്ധിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അടിക്കാൻ ഓങ്ങിയ കൈ ദേഷ്യത്തിൽ പിൻവലിച്ച് അമലിനെ വഴക്കു പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിട്ടു. നീ ദേവുവിനെയും കുട്ടി അകത്തേക്ക് പൊക്കോ. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. വെറുതെ ഒരു സീനുണ്ടാക്കണ്ട, ഞാൻ വിളിക്കാം. ചുവന്ന കവിൾ പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ദേവുവിനെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന അതിഥിയെ ഏൽപ്പിച്ച് അവൻ പറഞ്ഞു. ഉറക്കെ കരയുന്ന ദേവുവിനെയും കൂട്ടി റൂമിലെത്തിയ അതിഥിയെ കണ്ട് സാക്ഷി ഞെട്ടലോടെ കാര്യം തിരക്കി. ശരണിനോട് അവനൊന്ന് പൊട്ടിക്കാൻ പറയായിരുന്നില്ലേ? അല്ലെങ്കിൽ നിനക്കൊന്ന് കൊടുക്കായിരുന്നില്ലേ? നീ എന്ത് നോക്കി നിൽക്കുമായിരുന്നു?
ദേവുവിൻ്റെ അടികൊണ്ട് നീരുവന്ന ചുവന്ന കവളിൽ ഐസ് വെക്കുന്നതിനിടെ സാക്ഷി തലയിൽ കയ്യൊന്നി കരഞ്ഞുകൊണ്ടിരുന്ന അതിഥിയെ ദേഷ്യത്തോടെ കുറ്റപ്പെടുത്തി. എനിക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ സോറി ദേവു. അതിഥി ദേവുവിനെ കെട്ടിപ്പിടിച്ചു. ഇതൊക്കെ സഹിച്ച് ഇനി ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. ഇതോടെ നിർത്തണം ദേവു ഈ ബന്ധം. അതിഥി കണ്ണു തുറച്ചുകൊണ്ട് ദേവുവിനെ നോക്കി അല്പം സ്ട്രോങ് ആയി പറഞ്ഞു. അല്ല, എന്തിനാ അവൻ നിന്നെ അടിച്ചത്? എൻ്റെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടിയുടെ കൂടെ ഞാൻ ബൈക്കിൽ കയറിയതിന്. ദേവു വേദന കൊണ്ട് പ്രയാസപ്പെട്ട് പറഞ്ഞു. ആഹാ, ബെസ്റ്റ്. അപ്പോൾ ഈ അടിച്ചതും സ്നേഹം കൊണ്ടായിരിക്കും അല്ലേ? വിളിക്കുന്നുണ്ട് തെണ്ടി, ഞാൻ സംസാരിക്കാം അവനോട്. ദേവുവിൻ്റെ ഫോണിൽ നിർത്താതെ വിളിച്ചുകൊണ്ടിരുന്ന അമലിൻ്റെ കാൾ സാക്ഷി അറ്റൻഡ് ചെയ്തു. എനിക്ക് ദേവുവിനോട് സംസാരിക്കണം. ഫോൺ എടുത്തത് സാക്ഷിയാണെന്ന് മനസ്സിലായപ്പോൾ അവൻ അല്പം കടുപ്പിച്ചു പറഞ്ഞു. ദേവുവുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. നീ ആരാടാ അവളുടെ മേലെ കൈവയ്ക്കാൻ? നിന്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും തീർക്കാനുള്ള ഒബ്ജക്റ്റ് അല്ല അവൾ. ഒരാളുടെ മേലെ കൈവയ്ക്കാനുള്ള ധൈര്യവും അവകാശമൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടി? ഇനി മേലാൽ അവളുടെ ഫോണിൽ വിളിക്കരുത്. അവൻ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുൻപേ സാക്ഷി ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ദേവുവിനെ അവളുടെ റൂമിൽ പോകാൻ അനുവദിക്കാതെ അതിഥിയുടെ ഒപ്പം കിടത്തി. സാക്ഷി രണ്ടുപേരെയും ഒരുവിധം സമാധാനിപ്പിച്ചുറക്കി. ശരണിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതിഥി ഒട്ടും ഓക്കെയല്ല എന്ന കാര്യവും സൂചിപ്പിച്ച് ഒരുപാട് വൈകിയാണ് സാക്ഷി കിടന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? പൊതുവെ ഓഫീസിൽ വന്നാൽ തന്നോട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന അതിഥി കഴിഞ്ഞ 2 ദിവസമായി വലിയ മിണ്ടാട്ടമൊന്നുമില്ലാത്തത് എന്താണെന്ന് ചായക്കടയിൽ വെച്ച് ശരണിനെ മാറ്റി നിർത്തി ആദ്യം ചോദിച്ചു. ഇല്ല, ഹോസ്റ്റലിൽ ചെറിയ പ്രശ്നം. അതിൻ്റെ മൂഡ് ഓഫാണ്. അവളൊന്ന് ഓക്കെ ആയിട്ട് സംസാരിക്കണമെന്ന് കരുതിയാണ് ഞാനും ഒന്നും ചോദിക്കാത്തത്. ചായ ആറിയതുപോലും ശ്രദ്ധിക്കാതെ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന അതിഥിയെ നോക്കി ശരൺ പറഞ്ഞു. നീ എന്തായാലും ഒന്ന് സംസാരിച്ച് ഓക്കെ ആക്കൂ. അവളെ എങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ. അവളെയും വിളിച്ച് ഓഫീസിലേക്ക് നടക്കുന്നതിന് മുൻപേ ആദി ശരണിനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. നിനക്കിന്ന് ബിയർ വേണ്ടേ? സ്റ്റോറീസിലെ സ്ഥിരം പ്ലേസിൽ ഇരുന്ന് എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അതിഥി ശരൺ 2 ഷെയ്ക്ക് പറയുന്നത് കേട്ട് ചോദിച്ചു. ഇല്ലടോ, ഒരു മൂഡില്ല. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. എനിക്കല്ല അതിഥി, നിനക്കാണ്. നീ ഒന്ന് ഓക്കെ ആയിട്ട് ചോദിക്കാമെന്ന് കരുതിയാ ഞാൻ. പൊതുവെ എല്ലാ കാര്യത്തിലും എൻ്റെ കുട്ടി ബോൾഡാണ്. എല്ലാത്തിലും കൃത്യമായി അഭിപ്രായം പ്രതികരിക്കുന്ന നീ അന്ന് അമൽ ദേവുവിനെ അടിച്ചപ്പോൾ പെട്ടെന്ന് പകച്ചു നിന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിനക്ക് അടി കിട്ടിയ പോലെയായിരുന്നു നിൻ്റെ പെരുമാറ്റം. അതിനുശേഷം ഈ നിമിഷം വരെ നീ ഓക്കെ അല്ല. എന്താ പറ്റിയേ? അവൻ അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്ന് കൈപിടിച്ചു. ഞാൻ മറന്നുപോയെന്ന് കരുതിയ, ഒരിക്കലും കടന്നു വരില്ലെന്ന് കരുതിയ ഒരുപാട് ഓർമ്മകൾ പെട്ടെന്ന് കടന്നു വന്നു. അവൾ മടിച്ചു പറഞ്ഞു. നല്ല തണുപ്പുള്ള AC റൂമിൽ അവളുടെ കൈയും മുഖവും വിയർക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ നടു റോഡിൽ വെച്ചിട്ട് എനിക്കും ഇതുപോലെ ഒരടി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സുമായി ട്രിപ്പ് പോയപ്പോൾ ബസ്സിൽ നിന്നും ഡാൻസ് കളിച്ചതിന് കോളേജിലെ പ്രണയം പലർക്കും തിരിച്ചു വരാനും ഓർമ്മിക്കാനും ഒക്കെയുള്ള നല്ല നിമിഷങ്ങളാണ്. പക്ഷേ എനിക്കത് ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഷങ്ങളാണ്. എനിക്ക് അവനെ പേടിയായിരുന്നു. സംസാരിക്കുമ്പോൾ, നടക്കുമ്പോൾ, ഡ്രസ്സിടുമ്പോൾ, എന്തിന് ഒരേ പരീക്ഷയിൽ എനിക്ക് അവനേക്കാൾ മാർക്ക് കൂടുതൽ കിട്ടിയാൽ വരെ എനിക്ക് പേടിയായിരുന്നു. ലയ ഒഴികെ ബാക്കി എല്ലാവരും ഇതൊക്കെ ആണ് ഇഷ്ടമെന്ന് പറഞ്ഞു. എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടായാൽ ഞാൻ കൈമുറിച്ചാലോ തല കൊണ്ടുപോയി ഭിത്തിയിലിടിച്ചാലോ മാത്രമേ അത് അവസാനിക്കുകയുള്ളൂ. സ്വയം മുറിവേൽപ്പിച്ച് സ്നേഹം തെളിയിക്കണമായിരുന്നു. വീട്ടിൽ വരെ പോകാൻ അവൻ്റെ സമ്മതം വേണം. ഞാൻ ആരോട് മിണ്ടണം, എന്തൊക്കെ ചെയ്യണം, എല്ലാം അവൻ്റെ തീരുമാനം. എന്നോട് ആദ്യമായി ഇഷ്ടം പറഞ്ഞ ആളാണ് അവൻ. അതുകൊണ്ട് എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും അവസാനിപ്പിച്ച് വരാൻ തോന്നിയില്ല. ദേവുവിനോടും ആൻറ്റിയോടുമൊക്കെ പറ്റില്ലെങ്കിൽ കളഞ്ഞു വരണം എന്ന് പറയുമ്പോഴും അത് എളുപ്പമല്ല എന്നെനിക്ക് നന്നായി അറിയാം. എത്ര അറുത്തുമാറ്റാൻ ശ്രമിച്ചാലും എവിടെയൊക്കെയോ എൻ്റേത് എന്ന ഒരു തോന്നലുണ്ടാകും. എല്ലാം ക്ഷമിക്കാൻ തോന്നും. പക്ഷേ ഒടുവിൽ എനിക്ക് വയ്യാതെയായി. പറ്റില്ലെന്ന്, എനിക്കിത് വേണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. ആദ്യമെല്ലാം കരഞ്ഞും കാലി പിടിച്ചും പുറകെ വന്നു. പിന്നെ അത് ഭീഷണിയായി, പകയായി. ആസിഡ് ഒഴിക്കുമെന്ന് വരെ പറഞ്ഞുകൊണ്ട് പിറകെ നടന്നിട്ടുണ്ട്. ഏതു നിമിഷവും സ്നേഹത്തിൻ്റെ പേരിൽ മരിക്കുമെന്നറിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ എങ്ങനെ തരണം ചെയ്തു എന്നെനിക്ക് ഇപ്പോഴും അറിയില്ല. ലയ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അന്നേ ഞാൻ മരിച്ചു പോയേനെ. അമ്മു ചേച്ചിയെ നല്ലപോലെ നോക്കണമെന്ന് കണ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥം മുഴുവനായി ഇപ്പോഴാണ് ശരണിന് മനസ്സിലായത്. അന്ന് അവൻ ദേവുവിനെ അടിച്ചപ്പോൾ എനിക്ക് എന്നെ ഓർമ്മ വന്നു. മറക്കാൻ ആഗ്രഹിച്ച വേദനയുടെ 1000 ഓർമ്മകൾ സൂചി പോലെ മനസ്സ് മുഴുവൻ തുളഞ്ഞു കയറി. ആ ഓർമ്മകളേക്കാൾ ഏറെ എന്നെ വേദനിപ്പിച്ചത് എനിക്ക് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധമാണ്. അവൾ നിറഞ്ഞ കണ്ണുകൾ തുളച്ചു. എൻ്റെ അതിഥി, നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്താതെ. അവൻ അവളെ അടിക്കുന്നതിന് മുൻപേ നീ അങ്ങോട്ട് പോകാനിരുന്നതാണ്. അവരുടെ കാര്യം അവർ സംസാരിച്ച് തീർക്കട്ടെ എന്ന് കരുതി. ഞാനാണ് അതിന് സമ്മതിക്കാതെ ഇരുന്നത്. അവൻ അത്രയും ചെയ്യുമെന്ന് ഞാനും കരുതിയില്ല. ഇതിൽ നിന്റെ തെറ്റൊന്നുമില്ല. അവൻ കണ്ണീര് പടർന്ന അവളുടെ മുഖം 2 കൈകൊണ്ടും പിടിച്ചുയർത്തി. നോക്ക്, നാളെ നീ നാട്ടിൽ പോകും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ വരൂ. ഇവിടുന്ന് ഇങ്ങനെ വിഷമിച്ചു പോയാൽ എനിക്ക് എന്ത് സമാധാനം ആണ് ഉണ്ടാവുക?
നീ ഇവിടുന്ന് ഹാപ്പി ആയിട്ട് പോകണം. അവിടെ പോയി എല്ലാവരെയും കണ്ട് നല്ല കുട്ടിയായി തിരിച്ചു വരണം. പിന്നെ ചില മുറിവുകൾ ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും. അതിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മറ്റൊരാളെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലടോ. എല്ലാത്തിനും അതിൻ്റേതായ സമയമെടുക്കും. എൻ്റെ കുട്ടി ഇങ്ങനെ വിഷമിക്കരുത്. ദേ, ആദ്യം പറയുന്നത് നീ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നത് ഞാൻ കാരണമാണെന്നാ. നീ എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിത്തരുമോ? ഹേയ്, അവ ഇതൊക്കെ എപ്പോൾ പറഞ്ഞു? അതിഥി അതിശയത്തോട് ചോദിച്ചു. എടോ, നീ കാണുന്നില്ല എന്നേ ഉള്ളൂ. നിൻ്റെ ചുറ്റുമുള്ളവർക്കെല്ലാം നിന്നോട് അത്ര ഇഷ്ടമാണ്. ദേ, എനിക്കും. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് പിറ്റേന്ന് വൈകുന്നേരം സാക്ഷിയോടും ദേവുവിനോടും യാത്ര പറഞ്ഞ് അതിഥി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. അശ്വിനി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് അവൾക്ക് തോന്നി. ഈ ഓർക്കിഡ് പിടിച്ച് ഞാൻ എങ്ങനെയാടോ ട്രാവൽ ചെയ്യുന്നത്? അച്ഛൻ വിളിക്കാൻ വരുമ്പോൾ ഇത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? അവൻ കൊണ്ടുവന്ന വെള്ള ഓർക്കിഡ് പൂക്കൾ സീറ്റിൽ വെച്ച് യാത്ര പറയാൻ ഡോറിനടുത്തേക്ക് വന്നപ്പോൾ അവൾ ചോദിച്ചു. എനിക്കറിയില്ല, പക്ഷേ ഇത് കാണുമ്പോൾ നീ എന്നെ ഓർക്കുമല്ലോ. എനിക്ക് നിന്നെ ഓർക്കാൻ ഈ ഓർക്കിഡ് പൂക്കൾ വേണമെന്നാണോ നീ കരുതുന്നത്? അവൾ അവൻ്റെ ചെവിയിൽ നുള്ളി. അങ്ങനെയല്ലടോ, ഇതെൻ്റെ ഒരു സന്തോഷം. നീ എന്നെ മിസ് ചെയ്യില്ലേ? എൻ്റെ പൊന്നതിഥി, നീ എന്നെ അത് ഓർമ്മിപ്പിക്കരുത്. നീ ഇല്ലാതെ എങ്ങനെയാണ് ഒരാഴ്ച തള്ളി നീക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല. 1000 വട്ടം പോകേണ്ട എന്ന് പറയാൻ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ ഞാനിതൊക്കെ പറഞ്ഞ് നിന്നെ വിട്ടാൽ നിനക്ക് ഒരു സമാധാനം ഉണ്ടാകില്ല. എവിടെ പോയാലും നീ എന്നെ ഓർത്തിരിക്കും. ഞാൻ നിന്നെ മിസ് ചെയ്യും എന്നത് ശരിയാണ്. പക്ഷേ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിനക്കും വിഷമമാവും. നമുക്ക് എല്ലാവരും വേണ്ടേ? ഫ്രണ്ട്സും ഫാമിലിയും ഞാനും നീയും എല്ലാം. അതുകൊണ്ട് അവിടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. ചിറ്റയോടും കണ്ണനോടും എൻ്റെ അന്വേഷണം പറയണം. സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് വിളിക്കണം. ഉള്ളിലെ വിഷമം പരമാവധി പുറത്ത് കാണിക്കാതിരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഡ്രൈവിൻ ചെറുതായി നീങ്ങി തുടങ്ങിയപ്പോൾ അവളുടെ കയ്യിൽ അമർത്തി ചുംബിച്ച് അവൻ കൈവീശി യാത്ര പറഞ്ഞു. പിന്നെ ദേവുവിൻ്റെ കാര്യമോർത്ത് വിഷമിക്കണ്ട, അവളെ ഞാൻ നോക്കാം, അവൻ വിളിച്ചു പറഞ്ഞു. അവൻ കാഴ്ചയിൽ നിന്ന് മറിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾക്ക് കണ്ണു നിറഞ്ഞു. ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. അവൻ്റെ ചിരി, മണം, ചേർത്ത് നിർത്തലുകൾ, അതിനെല്ലാം ലോകത്ത് മറ്റെന്തിനേക്കാളും വിലയുള്ള പോലെ. അതെ, നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ, നമ്മെക്കുറിച്ച് ഓർക്കാൻ, സ്നേഹിക്കാൻ ഒരാളുണ്ടാവുക എന്നതിന് പകരം വയ്ക്കാൻ കഴിയുന്ന സന്തോഷം മറ്റെന്താണുള്ളത്? പിറ്റേന്ന് രാവിലെ 8 മണിയോടെ ട്രെയിൻ കണ്ണൂരെത്തി. എപ്പോഴത്തെയും പോലെ സ്റ്റേഷനിൽ അച്ഛൻ അവളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കാത്തിരിപ്പാണ് എല്ലാ മടങ്ങി വരവുകൾക്കും അർത്ഥം നൽകുന്നത് എന്ന് അവൾക്ക് തോന്നി. ഇതെന്താ അമ്മു, കയ്യിൽ പൂവൊക്കെയായിട്ട്? ബാംഗ്ലൂരിൽ നീ പൂക്കച്ചവടം തുടങ്ങിയോ? അച്ഛൻ കയ്യിലെ ബാഗ് വാങ്ങുന്നതിനൊപ്പം പൂക്കളുടെ കൂട വാങ്ങി കയ്യിൽ പിടിച്ചു. ട്രെയിനിൽ നിന്ന് വാങ്ങിയതാ, നല്ല ഭംഗിയില്ലേ? നമുക്ക് വീട്ടിൽ വെക്കാം. ഇനി വരുന്ന ദിവസങ്ങളിൽ പറയാൻ പോകുന്ന 1000 കള്ളങ്ങളുടെ തുടക്കമെന്നോണം അവൾ പറഞ്ഞു. ഞാൻ വരുന്നുണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണോ എല്ലാവരും സ്ഥലം വിട്ടത്? ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിയപ്പോൾ ആരെയും കാണാത്തതിനാൽ അല്പം വിഷമത്തോടെ അവൾ ചോദിച്ചു. എൻ്റെ അമ്മോ, നീ ഇനി ഇതും പറഞ്ഞ് അമ്മയോട് വഴക്കിടാൻ നിൽക്കണ്ട. ചെറിയച്ഛൻ്റെ വീട്ടിൽ ഒരുപാട് വിരുന്നുകാർ വരുന്നതല്ലേ. പിന്നെ എന്തൊക്കെയോ പണികൾ ബാക്കിയുണ്ട്. അമ്മയും അപ്പവും അവിടെയാണ്. ഞാനും അങ്ങോട്ട് പോവുക. നീ കുളിച്ചിട്ട് അങ്ങോട്ട് വാ. വീട്ടിലെത്തിയ കാര്യം ശരണ്യെയും സാക്ഷിയെയും വിളിച്ചു പറഞ്ഞ് കിണർ വെള്ളത്തിൽ നന്നായൊന്ന് കുളിച്ചു. അലമാരയിൽ നിന്നും പഴയൊരു ജീൻസും ടോപ്പും എടുത്തിട്ട് അവൾ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് നടന്നു. ആരാന്ന് പറയാമോ? അടുക്കളയിൽ സാമ്പാറിന് കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരുന്ന ചിറ്റയുടെ കണ്ണ് അവൾ പുറകിൽ നിന്നും പൊത്തിപ്പിടിച്ചു. അമ്മോ, നീ എപ്പോൾ ലാൻഡ് ചെയ്തു? ചിറ്റ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചോ? അവൾ നിരാശയോടെ മുഖം ചുളിച്ചു. നീയല്ലാതെ ഇവിടെ ആരാണമ്മോ എൻ്റെ അടുത്ത് ഇതൊക്കെ ചെയ്യാൻ? ഞാൻ ഇതൊന്ന് തീർത്തിട്ട് വരാം. നമുക്കൊന്നിരിക്കണം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചിറ്റ വേഗത്തിൽ കഷ്ണങ്ങൾ അരിഞ്ഞു. നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും ഇടാൻ കിട്ടിയില്ലേ അമ്മോ? ഇത്രയും ആളുകളുള്ളതല്ലേ? അലമാരയിൽ എന്തോരം ചുരിദാറുണ്ട്. അതിലേതെങ്കിലും ഇട്ടാൽ പോരെ? ചിറ്റയുമായി സംസാരിച്ചു നിന്ന അവളെ കണ്ടപാടെ അമ്മ ചോദിച്ചു. അമ്മയ്ക്ക് ഈ വയർ കാണുന്ന സാരിയല്ലാതെ വേറൊന്നും കിട്ടിയില്ലേ ഉടുക്കാൻ? അവളും വിട്ടുകൊടുത്തില്ല. നീ ഇങ്ങനെ മൂത്തവരോട് തർക്കുത്തരം പറഞ്ഞു നടന്നോ? കഴിക്കാൻ ഒന്നും വേണ്ട നിനക്ക്? വാ, ഞാൻ ഭക്ഷണം എടുത്തു തരാം. അമ്മ അവളെയും വലിച്ച് അടുക്കളയിലേക്ക് നടന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലായതിനാൽ കുടുംബക്കാരുടെ വിശേഷങ്ങൾ പറഞ്ഞ് അവൾക്ക് മതിയായി. വീടെല്ലാം ചുറ്റിക്കണ്ട് പിള്ളേരുടെ കൂടെ കുറച്ചു നേരം കളിച്ചു. അടുക്കളയിൽ കയറി ചെറുതായി സഹായിച്ചു. പെയിൻ്റ് അടിച്ച ചുമരിൽ ചാരി നിന്ന് ഡ്രസ്സിൽ മുഴുവൻ പെയിൻ്റ് ആക്കിയതിന് അച്ഛനോട് ചീത്തയും കേട്ട് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവൾ മാറി നിന്ന് ശരണ്യെ വിളിച്ചു. അവനോട് വിശേഷങ്ങൾ പറയുന്നതിനിടയ്ക്കാണ് ചിറ്റ കയറി വന്നത്. സംസാരിക്കുവാണേൽ നടക്കട്ടെ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഹേയ്, അതൊന്നുമില്ല, ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വിളിച്ചതാ. അവൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. നിനക്കിപ്പോൾ തന്നെ ഇവിടെ ബോറടിച്ചാമോ? ചിറ്റ മുകളിലത്തെ സിറ്റൗട്ടിലുണ്ടായ പൊടി ഷാൾ കൊണ്ട് തുടച്ച് അവിടെ ഇരുന്നു. എനിക്കറിയില്ല, പണ്ടൊക്കെ കുടുംബത്തിൽ ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. പുതിയ ഡ്രസ്സ് എടുക്കാം, എല്ലാവരെയും കാണാം, കുറേ പലഹാരങ്ങൾ, കളിക്കാൻ കസിൻസ്, ബഹളം, എല്ലാം ഒരു ആഘോഷം പോലെയായിരുന്നു. പക്ഷേ വലുതാകുമ്പോൾ അതിലൊന്നും ഒരു സന്തോഷം കിട്ടാത്തതുപോലെ തോന്നുന്നു. ഇവിടെ വന്നാൽ അമ്മായിമാരുടെ വക കുറച്ച് ബോഡി ഷെയ്മിങ്.
കല്യാണമായില്ലേ എന്ന ചോദ്യം, അമ്മയുടെ വക അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന താക്കീത്, പിന്നെ പണ്ട് ഓടി നടന്ന് കളിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഫോണിൻ്റെ മുന്നിലും. ഞാനിപ്പോൾ എൻ്റേതല്ലാത്ത ഒരു സ്ഥലത്ത് വന്നിരിക്കുന്ന ഫീലാണ് എനിക്ക്. പിന്നെ ഒരു ചടങ്ങ് പോലെ വരും, തല കാണിച്ചു പോകും. ഇടയ്ക്ക് തോന്നും കുട്ടിയായിരുന്നാൽ മതിയായിരുന്നു എന്ന്. ഒന്നും അറിയണ്ട, ഒന്നും മനസ്സിലാക്കാനും കഴിവില്ല. അപ്പോൾ എല്ലാം നല്ലതായി തോന്നും. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാവും അമ്മു. പിന്നെ ഇതാണ് ജീവിതമെന്ന് കരുതി നമ്മൾ അങ്ങ് അഡ്ജസ്റ്റ് ആവും. ചിറ്റയ്ക്ക് മടുപ്പ് തോന്നാറുണ്ടോ? എനിക്ക് മടുപ്പ് തോന്നിയിട്ട് എന്ത് കാര്യം? സ്വന്തം വീട്ടിലെ അനിയൻ്റെ കല്യാണത്തിന് വരെ വിരുന്നുകാരിയെ പോലെയാണ് ഞാൻ കയറി ചെന്നത്. കെട്ടിച്ചു വിട്ടാൽ പിന്നെ ഭർത്താവിൻ്റെ വീടാണ് നമുക്ക് സ്വന്തം എന്നാണ് ചെറുപ്പം മുതലേ പഠിപ്പിച്ചു വയ്ക്കുക. പക്ഷേ അവിടെയുള്ളവർക്ക് നമ്മൾ പുറത്തുനിന്ന് വന്നവരാണ്. ഏതാണ് സ്വന്തമെന്ന് പോലും ഉറപ്പില്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് എവിടെ പോയാലും അതിനനുസരിച്ച് നമ്മളങ്ങ് മാറും. നമുക്കിഷ്ടമുണ്ടോ മടുപ്പുണ്ടോ എന്നൊക്കെ ആരാണ് അമ്മ അന്വേഷിക്കുന്നത്? ഇപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ അമ്മ ഹാപ്പിയാണോ എന്ന് നീ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇനി അല്ലെങ്കിൽ തന്നെ അവരത് സമ്മതിച്ചു തരാനും പോണില്ല. എന്നാലല്ലേ മക്കളെയും ഇതുപോലെ സന്തോഷമുള്ള ജീവിതം സ്വപ്നം കണ്ട് ഇറക്കിവിടാൻ കഴിയൂ. ഒരുവിധം എല്ലാ സ്ത്രീകൾക്കും സ്വന്തം മനസ്സാക്ഷിയോട് വരെ സത്യസന്ധരായിരിക്കാൻ പേടിയാണ്. എന്താണ് നാത്തൂനും ചിറ്റയും കൂടെ ഒരു കുശലം പറച്ചിൽ? എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം ഒടുവിൽ ഭക്ഷണം കഴിച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ഒന്ന് ഫ്രീ ആയപ്പോൾ അമ്മായി മുകളിലോട്ട് കയറി വന്നു. ഞാനിവളുടെ ബാംഗ്ലൂർ വിശേഷം തിരക്കുകയായിരുന്നു. ചിറ്റ കാലുമാറ്റി അമ്മായിക്ക് ഇരിക്കാൻ സ്ഥലം നൽകി. കണ്ണം പറഞ്ഞല്ലോ അമ്മു അവിടെ അടിച്ചു പൊളിക്കാണെന്ന്. അടുത്ത തവണ ഞാനും വരാം അവൻ്റെ കൂടെ. ഈ അടുക്കളയിൽ കിടന്ന് എനിക്ക് മടുത്തു. ഒരു മാറ്റമൊക്കെ വേണ്ടേ? ഓ അതിനെന്താ, അമ്മായി അമ്മാവനും കൂടെ വാ. പറഞ്ഞ പോലെ കണ്ണനെ കണ്ടില്ലല്ലോ. അവനെവിടെ? അവൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇന്നലെ. അവർക്കെന്തോ പ്രൊജക്റ്റ് ഉണ്ടത്രേ, അതിൻ്റെ പണിയില്ല. പഠിത്തം കഴിഞ്ഞ് ജോലി നോക്കുന്ന അവനെന്ത് പ്രൊജക്റ്റ്? ഞാനൊന്ന് അവനെ കണ്ടിട്ട് വരാം, നിങ്ങൾ സംസാരിച്ചിരിക്കേ. അവൾ ഫോണെടുത്ത് താഴേക്കിറങ്ങി. കുടുംബക്കാരുടെ എല്ലാം വീട് അടുത്തടുത്തായതുകൊണ്ട് എന്ത് വിശേഷമുണ്ടായാലും എല്ലാവരും ഒരുമിച്ച് കാണും. പണ്ടൊക്കെ ഇതിലെ എത്ര ഒളിച്ചു കളിച്ചിട്ടുള്ളതാണെന്ന് വാഴത്തോപ്പിലൂടെ കണ്ണൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾ ഓർത്തു. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ വീടുകളിലെയും പോലെ ചവിട്ടിക്കുള്ളിൽ തന്നെയാണ് കാലങ്ങളായി ഇവിടെ വീടിൻ്റെ ചാവി വയ്ക്കുന്നത്. അവൾ ചാവിയെടുത്ത് ഡോർ തുറന്ന് കണ്ണനെ നീട്ടി വിളിച്ചു. മുകളിലെ അവൻ്റെ റൂമിൽ ഉച്ചത്തിൽ പാട്ട് വെച്ചതിനാൽ വിളിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയപ്പോൾ അവൾ മുകളിലേക്ക് കയറി ചെന്ന് ഡോർ തള്ളി തുറന്നു. കട്ടിലിൽ പരസ്പരം ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരുന്ന കണ്ണനെയും നിഹാലിനെയും കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ വാതിൽ അതേപോലെ വലിച്ചടിച്ച് വേഗത്തിൽ പടികളിറങ്ങി. അമ്മു ചേച്ചി, ഒരു മിനിറ്റ്, ഒന്ന് നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. കണ്ണൻ ധൃതിയിൽ ഷർട്ട് എടുത്തിട്ട് അവൾക്ക് പിറകെ ഓടി അവളെ തടഞ്ഞു നിർത്തി മുൻവശത്തെ ഡോറിന് ചാരി നിന്നു. കണ്ണാ, നീ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ആ ഷോക്ക് മാറാതെ സംശയത്തോടെ അതിഥി ചോദിച്ചു. ചേച്ചി വാ, ഇവിടെ ഇരിക്കേ, എന്നിട്ട് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. അവൻ അവളെ പിടിച്ച് സോഫയിലിരുത്തി. എനിക്ക് അവനെ ഇഷ്ടമാണ്, അവൻ എന്നെയും. വെറുതെ തമാശയ്ക്കോ സമയം കളയാനോ വേണ്ടിയല്ല. വി ആർ ഇൻ ലവ്. എൻജിനീയറിംഗ് ഫസ്റ്റ് ഇയർ മുതൽ തുടങ്ങിയ ബന്ധമാണ്. ഇപ്പോൾ 4 വർഷമായി. എനിക്ക് അവനില്ലാതെ പറ്റില്ല ചേച്ചി. എനിക്കിത് ആരോടും പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. മറ്റുള്ളവർ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. കണ്ണാ, നീ എൻ്റെ അടുത്ത് ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കെന്തോ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. അമ്മാവനും അമ്മായിക്കും അറിയോ ഈ കാര്യം? അവരറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചേച്ചിക്കറിയാലോ. എനിക്ക് പേടിയാ പറയാൻ. ചേച്ചി ഇതാരോടും പറയരുത് പ്ലീസ്. അവൻ അതിഥിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബാംഗ്ലൂർ വന്നപ്പോൾ ചേച്ചിയുടെ എല്ലാം പറയണമെന്ന് അവൻ പറഞ്ഞതാ. ഞാനാ പറഞ്ഞത് വേണ്ടെന്ന്. ചേച്ചി എങ്ങനെ എടുക്കും എന്നറിയില്ലല്ലോ. നിഹാൽ കുറ്റബോധത്തോടെ അല്പം മാറി നിന്നുകൊണ്ട് പറഞ്ഞു. കണ്ണാ, നീ എപ്പോഴും എൻ്റെ അനിയനാണ്. നിനക്കൊരു റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൽ മാറ്റമൊന്നും വരില്ല. ഞാനിത് ആരോടും പറയില്ല. പക്ഷേ ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകും. അതിനൊരു അവസരം കൊടുക്കണ്ട. അവൾ അവരെ 2 പേരെയും സമാധാനിപ്പിച്ചു. അന്ന് രാത്രി മുഴുവൻ അതിഥി ആലോചിച്ചത് കണ്ണനെക്കുറിച്ചാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ നിനക്കൊന്ന് പ്രണയിക്കാൻ പോലുമുള്ള ധൈര്യമില്ലടാ എന്ന് എത്രയോ തവണ അവനെ കളിയാക്കിയതിൽ അവൾക്ക് കുറ്റബോധം തോന്നി. അമ്മോ, നിനക്ക് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇവിടുത്തെ പരിപാടികളുടെ തിരക്കിൽ നിന്നെയൊന്ന് കാണാൻ പോലും കിട്ടിയിട്ടില്ല. വീട്ടു താമസമെല്ലാം കഴിഞ്ഞ് രാത്രി ബാംഗ്ലൂർക്ക് പാർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതിഥിക്കരികെ അമ്മ അല്പം വിഷമത്തോടെ വന്നിരുന്നു. എനിക്ക് ലീവില്ലാഞ്ഞിട്ടല്ല അമ്മേ. അടുത്ത തവണ വരുമ്പോൾ കുറേ ദിവസം നിൽക്കാം, പോരെ? അടുത്ത തവണ വരുമ്പോൾ അങ്ങനെ നിന്നാൽ മാത്രം പോരാ. നമുക്ക് നിൻ്റെ കല്യാണം നോക്കണം. അതെ, ചേച്ചിയുടെ കല്യാണത്തിന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിക്കാനുള്ളതാ, അപ്പു ഇടയ്ക്ക് കയറി പറഞ്ഞു. ഫ്രണ്ട്സാണോ അതോ ഗേൾ ഫ്രണ്ടാണോ? നിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് ഒന്നും ആരും കാണുന്നില്ല എന്നാണോ നിൻ്റെ വിചാരം? അതിഥി ട്രാവൽ ബാഗ് പാക്ക് ചെയ്ത് മാറ്റി വെച്ചു. ചേച്ചിക്ക് മഞ്ഞപ്പിത്തമുള്ളത് കൊണ്ട് എല്ലാം മഞ്ഞയായിട്ടേ കാണൂ. അതെൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ മുഖം വീർപ്പിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമ്മു, ഇന്നലെ പരിപാടിക്ക് വന്ന ഒരു കൂട്ടർ ചോദിച്ചു നിന്നെ. നമുക്ക് അത് ആലോചിച്ചാലോ? അമ്മ, എനിക്കൊരു 6 മാസം സമയം താ. അടുത്ത തവണ വരുമ്പോൾ ഞാൻ തന്നെ ചെക്കനെയും കൊണ്ടുവരാം. അയ്യടാ, അങ്ങനെ നീ കൊണ്ടുവരുന്ന ചെക്കനെയൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ തീരുമാനിക്കും, നീ വന്ന് കെട്ടിയാൽ മതി.
ഈ കാര്യത്തിൽ ഒരുപാട് സംസാരിച്ചാൽ അതൊരു വലിയ വഴക്കിൽ കലാശിക്കുമെന്ന് നല്ല ഉറപ്പുള്ളതിനാൽ അവൾ കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നെ ശരണിനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയാൽ ചോക്ലേറ്റ് സിനിമയിൽ പറയുന്ന പോലെ അമ്മ വിളക്കെടുക്കും എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ശരണിൻ്റെ കഴിവിൽ അവൾക്ക് നല്ല വിശ്വാസമുണ്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം തൻ്റെ കണ്ണിൽപ്പെടാതെ മാറി നടക്കുന്ന കണ്ണനെ വീട്ടിൽ പോയി കണ്ട് യാത്ര പറഞ്ഞാണ് അവൾ പിറ്റേന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചത്. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കാത്ത് ഓർക്കിഡ് കിട്ടാതെ വിഷമിച്ചു നിന്ന ശരണിനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. തൻ്റെ എല്ലാ സന്തോഷങ്ങളും പൂർണ്ണമാകുന്നത് അവൻ്റെ നെഞ്ചിലെ ചൂടിലാണെന്ന് അവൾക്ക് തോന്നി. വീടായി മാറുന്ന ചില മനുഷ്യരുണ്ട്. സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും വഴക്കൾക്കുമൊക്കെ ഒടുവിൽ നമുക്ക് നമ്മളായിരിക്കാൻ കഴിയുന്ന സ്നേഹവും സംരക്ഷണവും ഒരുപോലെ ലഭിക്കുന്ന ചിലയിടങ്ങൾ. ബൈക്കിൽ അവനെ കെട്ടിപ്പിടിച്ച് ചേർന്നിരിക്കുമ്പോൾ എന്തോ അവൾക്ക് വെറുതെ കണ്ണു നിറഞ്ഞു. ദേവു എവിടെ? ഹോസ്റ്റലിൽ എത്തിയപാടെ ബാഗെല്ലാം അലക്ഷ്യമായി കട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് ഉറക്കം മാറാതെ വീണ്ടും കിടക്കാൻ പോയ സാക്ഷിയെ കുലുക്കി വിളിച്ച് അവൾ ചോദിച്ചു. അവൾ അവളുടെ റൂമിൽ കാണും. പക്ഷേ നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട. ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ടായി. അതിൻ്റെ ബാക്കിയുള്ള കരച്ചിലും പരിപാടികളുമൊക്കെയായി ഒരുവിധം കഷ്ടപ്പെട്ടാണ് ഞാൻ ഇന്നലെ അവളെ ഉറക്കിയത്. കുറച്ച് നേരം കൂടെ കിടന്നോട്ടെ. ഞാനും ലേറ്റായാണ് ഉറങ്ങിയത്. നീ എന്നെയും ശല്യം ചെയ്യരുത്. ഓഫീസിൽ പോയിട്ട് വൈകുന്നേരം വാ, എല്ലാം വിശദമായി പറയാം. അവൾക്ക് തിരിച്ചൊരു ചോദ്യത്തിന് ഇടം കൊടുക്കാതെ സാക്ഷി പുതപ്പ് തലവഴി മൂടി. ഇനി അവളോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതിനാൽ അതിഥി കുളിച്ച് റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങി. കഴിഞ്ഞ ദിവസത്തെ ഒരുപാട് പെൻഡിങ് വർക്കുകൾ ഉണ്ടായതിനാൽ ലഞ്ച് ടൈമിൽ കണ്ടതല്ലാതെ ആദ്യയോടും ഗീതു ചേച്ചിയോടും ഒന്നും കാര്യമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഓഫീസിൽ നിന്നിറങ്ങാൻ 8 മണി കഴിഞ്ഞതിനാൽ ശരണിനോട് കാത്തു നിൽക്കേണ്ടെന്ന് പറഞ്ഞ് അവൾ ഹോസ്റ്റലിലേക്ക് ഓട്ടോ വിളിച്ചു. റൂമിൽ കയറാതെ അവൾ നേരെ ദേവുവിൻ്റെ മുറിയിലെത്തി വാതിലിൽ കൊട്ടി. ഇതെന്ത് കോലമാണ് ദേവു? നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ക്ഷീണിച്ച് അവശയായ ദേവിൻ്റെ മുഖം പിടിച്ചുയർത്തി അതിഥി ചോദിച്ചു. എനിക്ക് പേടിയാ ചേച്ചി, അവൻ എന്നെ കൊല്ലും. അവൾ അതിഥിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കൊല്ലാനോ? നീ എന്താ പറയുന്നേ? അതിഥിക്ക് കാര്യം മനസ്സിലായില്ല. അവനുമായി ഇനി ഒരു ബന്ധത്തിനും താല്പര്യമില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ആദ്യം 2 ദിവസം ഒരുപാട് കരഞ്ഞും മാപ്പ് പറഞ്ഞുമൊക്കെ വന്നു. ഇനി ഇതൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് കൈയൊക്കെ മുറിച്ചു കാണിച്ചു. എന്നിട്ടും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് കണ്ടപ്പോൾ കൊല്ലും, ആസിഡ് ഒഴിക്കുമെന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്നത്. അങ്ങനെ അവനെ തേച്ചിട്ട് ഞാൻ സന്തോഷമായി ജീവിക്കണ്ടേ എന്ന് പറഞ്ഞാണ് ബഹളം. കഴിഞ്ഞ ദിവസം അവൻ ഹോസ്റ്റലിൻ്റെ മുന്നിൽ വന്ന് കുറേ എന്നെ ചീത്ത വിളിച്ചു. വാർഡൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് പോയത്. അവന് വാശിയാ ചേച്ചി, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും. ഇത്രയും നടന്നിട്ടും നിങ്ങളെന്താ എന്നോടൊരു വാക്ക് പറയാഞ്ഞത്? ഞാനാ ശരൺ ചേട്ടനോടും സാക്ഷി ചേച്ചിയോടും പറഞ്ഞതൊന്നും പറയണ്ടെന്ന്. നാട്ടിൽ പോയിട്ട് കുറച്ച് സമാധാനത്തോടെ ഇരുന്നോട്ടെ എന്ന് കരുതി. ദേവു, നീ പേടിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. പിന്നെ ഈ പറയുന്ന പോലെ കൊല്ലാനുള്ള ധൈര്യമൊന്നും അവനില്ല. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവർ ഒരിക്കലും അത് ചെയ്യത്തുമില്ല. അവനുമില്ലേ കുടുംബം. എന്തോർത്തില്ലെങ്കിലും അവൻ അതോർക്കും. പക്ഷേ അവനെ പേടിച്ച് നമുക്ക് ജീവിക്കാതെ ഇരിക്കാൻ പറ്റുമോ? പക്ഷേ ബാംഗ്ലൂർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടൊരു കാര്യവുമില്ല. ചിലപ്പോൾ നമ്മളെ പിടിച്ച് ജയിലിലിടും അവർ. നിനക്കിപ്പോൾ സ്റ്റഡി ലീവല്ലേ? കുറച്ചു കാലം നാട്ടിൽ പോയി നിന്നൂടെ? തൽക്കാലം അവൻ്റെ ഈ ദേഷ്യമൊന്നും അടങ്ങുന്നവരെ. നാട്ടിൽ ഞാൻ പോകില്ല ചേച്ചി. എന്നെ കണ്ടാൽ അച്ഛനും അമ്മയ്ക്കും സംശയം തോന്നും. എനിക്ക് അവരെ വേദനിപ്പിക്കാൻ വയ്യ. തൽക്കാലം നീ ഇവിടെ ഇരുന്ന് പഠിക്കേ. അടുത്ത ആഴ്ചയിൽ എക്സാം. ഞങ്ങൾ കൊണ്ടുപോകാം നിന്നെ കോളേജിൽ. അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാലോ. നീ ഇത്രയും കഷ്ടപ്പെട്ട് പൈസ മുടക്കി ഇവിടെ പഠിക്കാൻ വന്നത് ഇവനെ പേടിച്ച് ഒളിച്ചിരിക്കാനല്ല. നല്ല കുട്ടിയായിട്ട് പോയി കുളിച്ചു വാ. നമുക്കിന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാം. ഞാൻ സാക്ഷിയെയും വിളിക്കട്ടെ. അതിഥി അവളുടെ കവളിൽ ഉമ്മ വെച്ച് സാക്ഷിയെ വിളിക്കാൻ താഴേക്കിറങ്ങി. എത്രയോ ദിവസത്തിന് ശേഷം ഇന്നാണ് ദേവു ഒന്ന് ചിരിച്ചു കാണുന്നത്. എന്ത് കഷ്ടമാണ് ആ കുട്ടിയുടെ അവസ്ഥ. ഒന്ന് സ്നേഹിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ജീവൻ പോലും ഇല്ലാതാകുമെന്ന് പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയില്ലേ. അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. ഭക്ഷണം കഴിച്ച് റൂമിലെത്തി ഡ്രസ്സ് മാറുന്നതിനിടെ സാക്ഷി പറഞ്ഞു. എല്ലാ കാമുകന്മാരും സിദ്ധിനെ പോലെ നല്ലവരാകില്ലല്ലോ. ഇനി ജീവിതത്തിൽ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അവൾ 1000 വട്ടം ആലോചിക്കും. ഇനി അവൾക്ക് ഒരാളെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അത്രയ്ക്ക് ട്രോമയുണ്ട് ആ കുട്ടിക്ക്. അതിഥി വിഷമത്തോടെ സാക്ഷിയുടെ ബെഡിലിരുന്നു. എടോ, എത്ര കാലമായി നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട്? നമുക്കിന്ന് ഒരുമിച്ച് സിനിമ കണ്ടാലോ? എനിക്കൊരു പുതിയ ഗോസ്റ്റ് പടം കിട്ടിയിട്ടുണ്ട്. സാക്ഷി ലാപ്ടോപ്പ് എടുത്തു. സെറ്റ്, ഞാൻ റെഡി. അതിഥി ലൈറ്റ് ഓഫ് ചെയ്ത് ചിപ്സും പലഹാരങ്ങളും എടുത്ത് പടം കാണാൻ റെഡിയായി. പടം കണ്ട് എപ്പോഴാണ് ഉറങ്ങിയതെന്ന് ഓർമ്മയില്ല. തുടർച്ചയായി ഫോൺ അടിക്കുന്നത് കേട്ട് അവൾ പാതി ഉറക്കത്തിൽ ഫോൺ തപ്പി. ശരണിൻ്റെ കോളാണ്. സമയം 4 മണിയാവുന്നതേ ഉള്ളൂ. അവനേതാണ് ഈ സമയത്ത്? അവൾ അല്പം പേടിച്ച് ഫോൺ എടുത്തു. ഈ സമയത്തൊക്കെ പ്രിയപ്പെട്ടവരുടെ ഫോൺ കോൾ വന്നാൽ ഉള്ളിലൊരു ആദിയാണ്. അതിഥി, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. സാക്ഷിയെ ഉണർത്തണ്ട. നീ പുറത്തേക്ക് വാ. ഞാൻ ഹോസ്റ്റലിന് പുറത്തുണ്ട്. നമുക്കൊരു സ്ഥലം വരെ പോകാം. അവൾ കാര്യം ചോദിക്കുന്നതിന് മുമ്പേ അവൻ ഇങ്ങോട്ട് കയറി പറഞ്ഞു. നിനക്കെന്താ വട്ടാണോ? സമയം എന്തായി എന്നറിയോ? അവൾ ഉറക്കം മാറാതെ കണ്ണു തിരുമ്മി.
ഇറങ്ങി വരിക എന്നതല്ലാതെ നിനക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. നീ വരാതെ ഞാൻ എവിടെയും പോകില്ല. എത്ര പെട്ടെന്ന് വരുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് പോകാം. അവനോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് നന്നായി അറിയാവുന്നതിനാൽ അവൾ മുഖം കഴുകി ഡ്രസ്സ് മാറി സാക്ഷിയെ ഉണർത്താതെ മുറി പൂട്ടി മതിൽ ചാടി പുറത്തെത്തി. വേഗം കയറിക്കോ, സമയമില്ല. ഇപ്പോൾ പോയാലേ സമയത്തെത്തുള്ളൂ. പിന്നെ എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും ചോദിക്കണ്ട. അവിടെ എത്തുമ്പോൾ അറിഞ്ഞാൽ മതി. നിനക്ക് എന്തായാലും ഇഷ്ടമാകും. അവൻ കയ്യിൽ കരുതിയ ഹെൽമറ്റ് അവൾക്ക് നീട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പണ്ടിങ്ങനെ ഒരു ചായ കുടിക്കാൻ നീ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ മിസ്സായേനെ അല്ലേ? അവൻ്റെ അരയിൽ ചുറ്റിപ്പിടിച്ച അവളുടെ കയ്യിൽ അവൻ മുറുക്കെ പിടിച്ചു. നമ്മൾ വല്ല കാട്ടിലേക്കോ മലയിലേക്കോ ആണോ പോകുന്നത്? 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഒരു ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തിയപ്പോൾ ചുറ്റും മഞ്ഞു മൂടിക്കിടന്ന വലിയ മലകൾ നോക്കി അവൾ ചോദിച്ചു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ബൈക്കിന് പിറകിൽ തണുത്തു വിറച്ചിരുന്ന അവൾ അതിന് മറുപടി പറയാതെ അവനെ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചു. പാർക്കിങ്ങിൽ വണ്ടി നിർത്തി വെളിച്ചം വീഴാത്ത കല്ലും മണ്ണും പാറയും നിറഞ്ഞ വഴിയിലൂടെ അവൻ അവളുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ഇനി ഒരുപാട് പോകാനുണ്ടോ? മല കയറി ക്ഷീണിച്ച് കിതപ്പോടെ അവളവിടെ കണ്ട ഒരു മരത്തിൽ ചാരി നിന്നു. ഞാൻ എടുക്കണോ? അവളെ എടുത്തു പൊക്കാൻ വന്ന അവനെ തള്ളിമാറ്റി അവൾ മുന്നിലോടി. പാറയുടെ ഏറ്റവും മുകളിലെത്തി താഴോട്ട് നോക്കിയപ്പോൾ മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം പോലെ തിളങ്ങുന്ന ബാംഗ്ലൂർ നഗരം കണ്ട് അതിശയത്തോടെ അവൾ ശരണിനെ തിരിഞ്ഞു നോക്കി. ഇതാണ് നന്ദി ഹിൽസ്. നീ പണ്ട് ഡയറിയിൽ മഹാദേവനോട് പറഞ്ഞില്ലേ അവൻ്റെ കൈപ്പിടിച്ച് ബാംഗ്ലൂർ നഗരം ഉറങ്ങുന്നതും ഉണരുന്നതും നോക്കി കാണണമെന്ന്? തൽക്കാലം എൻ്റെ കൈപ്പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നേയുള്ളൂ. പക്ഷേ നീ കാണാൻ ആഗ്രഹിച്ച ആ കാഴ്ച അതിവിടെ കിട്ടും. സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകൾ അവൾ 2 കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു. എടോ, നിൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ? എനിക്ക് നിനക്കിങ്ങനെ ഒരുപാട് സർപ്രൈസ് തരണം. എൻ്റെ കുട്ടിയെ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് കാണണം. അവൻ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു. ഇനി കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കും. അപ്പോഴേ നമുക്ക് തൊടാൻ കഴിയുന്ന ദൂരത്തിൽ താഴെ മേഘങ്ങൾ വന്നു നിൽക്കും. പാറമേൽ അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ചിരുന്ന അതിഥിയുടെ മുഖം അവൻ പിടിച്ചുയർത്തി. ഒരു നിമിഷം അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നെറ്റിയിൽ ഉമ്മ വയ്ക്കാൻ വന്ന അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി അവൾ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അവനോട് ചേർന്നിങ്ങനെ ഇരിക്കുമ്പോൾ ചുറ്റുമുള്ള ലോകം മുഴുവൻ ഇല്ലാതാകുന്നത് പോലെ തോന്നും. സ്നേഹത്തിന് മാത്രം തരാൻ കഴിയുന്ന ഒരു മാജിക്ക്. രണ്ടാൾക്കും 10 മണിക്ക് ഓഫീസിൽ കയറേണ്ടതിനാൽ മനസ്സില്ലാ മനസ്സോടെ സൂര്യോദയം കണ്ട് അവർ തിരിച്ചിറങ്ങി. ഓഫീസിലെ ഒരു വർഷത്തെ പെർഫോമൻസ് റിപ്പോർട്ട് തയ്യാറാക്കലും മീറ്റിങ്ങുകളുമൊക്കെയായി ഒരാഴ്ച അതിഥി നല്ല തിരക്കിലായിരുന്നു. അങ്ങോട്ട് കാണാനേ ഇല്ല എന്ന ആൻറ്റിയുടെ പരാതി തീർക്കാൻ വെള്ളിയാഴ്ച ഓഫീസിൽ നിന്നിറങ്ങി അവൾ നേരത്തെ അങ്ങോട്ട് പോയി. ശാലു പരീക്ഷ കഴിഞ്ഞു വന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. അവളെ ഉണർത്താതെ ആൻറ്റി ഉണ്ടാക്കിയ ചൂടുള്ള ഉഴുന്നുവടയും ചായയും എടുത്ത് അതിഥി ബാൽക്കണിയിൽ പോയിരുന്നു. അമ്മോ, ഞാൻ ഒരു വക്കീലിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ലീഗൽ കാര്യങ്ങളെല്ലാം അവർ നോക്കാമെന്ന് പറഞ്ഞു. കുറച്ച് ക്യാഷ് ചിലവാകും. എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡുണ്ട്, അത് വിൽക്കാം. പിന്നെ നാട്ടിൽ ഒരു ടീച്ചിങ് ജോലിയും ശരിയായിട്ടുണ്ട്. 3 മാസം കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാം. ശാലുവിന് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു 3 മാസം കൂടിയേ ഞാൻ ഇവിടെ കാണൂ. നാട്ടിൽ പോയ ശേഷം ഡിവോഴ്സ് നോട്ടീസ് അയക്കും. ഇവിടുന്ന് എന്തെങ്കിലും ചെയ്താൽ അത് പിന്നെ വലിയ വഴക്കാകും. കറിവേപ്പില ചെടിയുടെ വാടിയ ഇതളുകൾ പറിച്ചു മാറ്റുന്നതിനിടെ ആൻറ്റി പറഞ്ഞു. ആൻറ്റി സീരിയസ് ആയിട്ടാണോ ഈ പറയുന്നത്? വീട്ടിലെല്ലാവരും എന്ത് പറഞ്ഞു? മോൾ ഈ വയസ്സായ കാലത്ത് വീട്ടിൽ വന്നു നിന്നാൽ അവർക്ക് അഭിമാന പ്രശ്നമാണത്രേ. പിന്നെ ഭാവിയിൽ എൻ്റെ ഉത്തരവാദിത്തം ചേട്ടൻ ഏറ്റെടുക്കേണ്ടി വരുമോ എന്ന പേടിയും. അതുകൊണ്ട് വീട്ടിലേക്ക് ഞാൻ പോണില്ല. ഒരു വാടക വീട് നോക്കിയിട്ടുണ്ട്. അവിടേക്ക് മാറണം. എനിക്കറിയാം, സ്നേഹമോ അംഗീകാരമോ പണമോ ഒന്നുമില്ലാത്ത ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും എല്ലാം തുടങ്ങണമെന്ന്. പക്ഷേ അത് ഭയന്ന് ഈ നശിച്ച ജീവിതം തന്നെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒന്നുമില്ലെങ്കിലും മരിക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി എനിക്കിഷ്ടമുള്ള പോലെ സമാധാനത്തോടെ കുറച്ചു കാലം ജീവിക്കാലോ. ആൻറ്റിയുടെ തീരുമാനം എന്തായാലും ഞാൻ കൂടെ ഉണ്ടാകും. ഒരിക്കലും ഒറ്റയ്ക്കായി എന്ന് തോന്നണ്ട. അവൾ ആൻറ്റിയെ ചേർത്ത് പിടിച്ചു. അവിടെ നിന്നിറങ്ങി ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോൾ ആൻറ്റി ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം ഇതാണെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ബന്ധങ്ങൾ തുടങ്ങുന്ന പോലെ അവസാനിപ്പിക്കുന്നതും നോർമലായ ഒരു കാര്യമായി സമൂഹം കണ്ടിരുന്നെങ്കിൽ ദാമ്പത്യത്തിൽ നിന്നും സന്തോഷം തേടി പലർക്കും മറ്റൊരാളോടൊപ്പം ഒളിച്ചേണ്ടി വരില്ലായിരുന്നു. ദേവുവിന് തേപ്പുകാരി എന്ന പേര് ഭയന്ന് ഇത്രയും കാലം അവനെ സഹിക്കേണ്ടി വരില്ലായിരുന്നു. ആരായാലും ബന്ധം തുടങ്ങാൻ ഒരു കാരണമുണ്ടെങ്കിൽ അവ അവസാനിപ്പിക്കാനും ഒരു കാരണമുണ്ടാകും. ഇഷ്ടമുള്ള ഒരാൾ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് നമുക്ക് വേദന തന്നെയാണെങ്കിലും അതേ ഇഷ്ടത്തോടെ അവരുടെ തീരുമാനങ്ങളെ മാനിക്കാനും നാം എന്നാണ് പഠിക്കുന്നത്. 2 പേർ ബന്ധം അവസാനിപ്പിക്കുന്നത് തീർത്തും നെഗറ്റീവായതോ അല്ലെങ്കിൽ ഒരു ക്രൈമായോ ആണ് ആളുകൾ കാണുന്നത്. ആ കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം വരേണ്ടതുണ്ട്. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് സന്തോഷമായിരിക്കൂ എന്നാശംസിച്ച് 2 പേരെ ബന്ധങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നതോടൊപ്പം ഒത്തുപോകാൻ കഴിയാതെ വരുമ്പോൾ ഇറങ്ങി വരാനും അങ്ങനെ വരുമ്പോൾ അവരുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാതെ ചേർത്ത് നിർത്താനും നമുക്ക് കഴിയണം. 2 പേർ വേർപിരിയുമ്പോൾ പുതിയൊരു ജീവിതം കൂടിയാണ് അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത്. അതെ, ഒത്തുചേരൽ പോലെ എല്ലാം വേർപിരിയലുകളും മനോഹരമാണ്.
കാലം ജീവിച്ച ഒരു ജീവിതം, അത് തരുന്ന ഒരു കംഫർട്ട് സോൺ, അതിൽ നിന്ന് പുറത്തു വരാൻ പലരും മടിക്കുന്നതുകൊണ്ടാണ് സഹിച്ചും ക്ഷമിച്ചും കരഞ്ഞുമൊക്കെ ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വരുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും വിശ്വാസമില്ലാത്തത് അവനെ തന്നെയാണ്. സ്വയം വിശ്വസിക്കാൻ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ എന്നേ വേദനകളിൽ നിന്നെല്ലാം സുഖമായി ഇറങ്ങി വരാൻ കഴിഞ്ഞേനെ എന്ന് അവൾക്ക് തോന്നി. അതിഥി, നീ ഫോൺ ഡെസ്കിൽ വെച്ചിട്ടാണോ വന്നത്? കുറേ നേരമായി കിടന്നിറങ്ങി ചെയ്യുന്നുണ്ട്. കഫേയിൽ ആദിക്കൊപ്പം ചായ കുടിച്ചുകൊണ്ടിരുന്ന അതിഥിക്കടുത്തേക്ക് ഗീത ചേച്ചി ഒരു കസേര വലിച്ചിട്ടിരുന്നു. അയ്യോ, ഫോൺ എടുക്കാൻ മറന്നു, മീറ്റിംഗ് വല്ലതും ഉണ്ടാകും. അവൾ ആറിയ ചായ ഒറ്റ വലിക്ക് കുടിച്ച് ഡെസ്കിലേക്ക് ഓടി. ഫോണിൽ കണ്ണൻ്റെ 20-ൽ കൂടുതൽ മിസ് കോൾ ഉണ്ടായിരുന്നു. ഇവനെതിരെ എങ്ങനെ കിടന്ന് വിളിക്കുന്നത്? അവൾ തിരിച്ച് ഡയൽ ചെയ്തു. ചേച്ചി, ഇവിടെയാകെ പ്രശ്നമായി. അമ്മ ഞാനും നിഹാലും തമ്മിലുള്ള കാര്യമെല്ലാം അറിഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. എനിക്ക് പേടിയാവുന്നു. കരഞ്ഞു ക്ഷീണിച്ച ശബ്ദത്തിൽ അവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. എന്ത്? അമ്മായി എങ്ങനെ അറിഞ്ഞു? അതിഥിയും ചെറുതായൊന്ന് ഞെട്ടി. അമ്മയ്ക്ക് എന്തോ ഡാറ്റ എൻട്രി ചെയ്യാൻ ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ലാപ്ടോപ്പ് ഓണാക്കി കൊടുത്ത് പുറത്തു പോയി. തിരിച്ചു വന്നപ്പോൾ അമ്മ എൻ്റെ മുഖത്തടിച്ചു. ലാപ്ടോപ്പിൽ ഞങ്ങളുടെ കുറേ പേഴ്സണൽ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഉണ്ടായിരുന്നു. എന്നോട് സംസാരിക്കാൻ അമ്മ റെഡിയാവുന്നില്ല. കരഞ്ഞോണ്ട് റൂമിലിരിക്കുക. അച്ഛൻ ഇവിടെയില്ല, നാളെ രാവിലെ വരും. അപ്പോൾ അമ്മ എല്ലാം പറയും. അതോടെ എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ സൂക്ഷിക്കണമെന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? അമ്മാവൻ അറിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് നിനക്ക് നന്നായി അറിയാലോ. നിന്നെ കൊല്ലും, അവനെ കൊല്ലും. എനിക്കറിയാം ചേച്ചി, എനിക്ക് അവനില്ലാതെ പറ്റില്ല. ഞാൻ അവനെ വിളിച്ച് എല്ലാം പറഞ്ഞു. തൽക്കാലം കുറച്ചു കാലം മാറി നിന്നാലോ എന്നാണ് അവൻ പറഞ്ഞത്. ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് ഒതുങ്ങുമ്പോൾ തിരിച്ചു വരാലോ. എങ്ങോട്ട് മാറി നിൽക്കാൻ? നിങ്ങളെങ്ങനെ ജീവിക്കും? അതിഥിക്ക് പെട്ടെന്ന് ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായില്ല. ഞങ്ങൾ രണ്ടുപേരും എൻജിനീയറിംഗ് കഴിഞ്ഞതാണ്. അത്യാവശ്യം മാർക്കും ഉണ്ട്. എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല. കുറച്ചു കാലം എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും. ഞാനിന്ന് രാത്രി ഇവിടെ നിന്നും ഇറങ്ങും. അല്ലെങ്കിൽ ഞാൻ ഈ വീടിൻ്റെ മുറ്റം പോലും കാണില്ല. അച്ഛൻ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ബഹളങ്ങൾ നന്നായി അറിയാവുന്നതുകൊണ്ടാവാം സംസാരിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. കണ്ണാ, നീയൊന്ന് അടങ്ങൂ. നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ എനിക്കെന്ത് സമാധാനമാണ് ഉണ്ടാവുക? ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. ഒരു 10 മിനിറ്റ് താ. ഫോൺ കട്ട് ചെയ്തപ്പോൾ മനസ്സിൽ വന്ന മുഖം ലയയുടേതാണ്. ലയയ്ക്ക് കണ്ണൻ്റെ കാര്യം അറിയാം. തൽക്കാലം ഡൽഹിയിൽ അവളുടെ അടുത്തേക്ക് ഇവരെ മാറ്റുന്നതാവും നല്ലത് എന്നവൾക്ക് തോന്നി. ലയയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർക്ക് താമസ സൗകര്യവും ജോലിയും സെറ്റ് ചെയ്യാമെന്ന് ലയയും മെൽവിനും ഉറപ്പു പറഞ്ഞു. കണ്ണാ, നീ ഇന്ന് രാത്രി തന്നെ അമ്മായി കാണാതെ ഇറങ്ങിക്കോ. ലയയുടെ നമ്പറും അഡ്രസ്സും ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് വിളിച്ചാൽ അവർ പിക്ക് ചെയ്തോളും. നിഹാലിനെ വിളിച്ച് കാര്യം പറ. നീ ധൈര്യമായിട്ടിരിക്കുക, ചേച്ചി കൂടെയുണ്ട്. കണ്ണനെ വിളിച്ച് ആശ്വസിപ്പിച്ച് കാര്യമെല്ലാം പറഞ്ഞ് അവൾ ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങി. എടോ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. ചിലപ്പോൾ അമ്മായി ഒന്നും പറയില്ലായിരിക്കും. ഇനി പറഞ്ഞാലും ഒരു പക്ഷേ അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചേക്കും. നമ്മൾ പഴഞ്ചൻ നൂറ്റാണ്ടിലൊന്നുമല്ലല്ലോ. ഒരു ഗേ റിലേഷൻഷിപ്പൊക്കെ അംഗീകരിക്കാൻ കുടുംബത്തിന് കഴിയും. ചായ പറഞ്ഞിട്ട് അത് കുടിക്കാതെ വിരലിനൊടിച്ച് എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന അതിഥിയെ ശരൺ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നിനക്ക് എൻ്റെ നാടിനെയും വീടിനെയും കുറിച്ച് അറിയാഞ്ഞിട്ടാ. അബുദാബി അല്ല കേരളം. അത് വിട്. ഇനി ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കും അറിയാം. നിനക്കെന്താ പറ്റിയേ? മുഖത്തെന്താ ഒരു വാട്ടം? ഒരു എനർജി ഇല്ലാലോ. അവൾ അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അതൊന്നുമില്ലടോ. അവിടെ ബിസിനസ്സിൽ എന്തൊക്കെയോ പ്രശ്നം. ഇന്ന് അച്ഛൻ വിളിച്ച് ഒരുപാട് സംസാരിച്ചു. അച്ഛൻ പൊതുവേ നല്ല സ്ട്രോങ് ആണ്. എന്നെപ്പോലെ എപ്പോഴും ചിരിച്ചു കളിച്ച് നടക്കും. അച്ഛൻ ഇത്ര വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല. അമ്മയെ വിളിച്ചപ്പോൾ ഒരാഴ്ചയായി എന്തോ ടെൻഷനിലാണെന്ന് പറഞ്ഞു. കാര്യം ചോദിച്ചിട്ട് അച്ഛനൊന്നും പറഞ്ഞതുമില്ല. അച്ഛൻ എങ്ങനെ സങ്കടപ്പെട്ട് കാണുമ്പോൾ എന്തോ പോലെ. അവൻ ചായ ക്യാഷ് കൊടുത്ത് ഹെൽമറ്റ് വെച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ നീ ഒന്ന് പോയിട്ട് വാ. കാര്യം അറിയാലോ. പിന്നെ അച്ഛനും സന്തോഷമാകും. ലീവില്ലടോ എനിക്ക്. നോക്കട്ടെ, 2 ദിവസം കൂടെ, എന്നിട്ട് ആലോചിക്കാം. നീ ഇനി ഇതും കൂടി തലയിൽ കയറ്റി വെക്കേണ്ട. ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ നിനക്ക് ഇപ്പോൾ തന്നെയുണ്ട്. ഇതൊക്കെ ഞാൻ ശരിയാക്കും കേട്ടോ. ഹോസ്റ്റലിന് മുന്നിൽ അവളെ ഇറക്കിയിട്ട് കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആരോടോ ഫോണിൽ ഉച്ചത്തിൽ കയർത്തുകൊണ്ടിരിക്കുന്ന സാക്ഷിയെയും ബെഡിൽ മുഖംപൊത്തി കരയുന്ന ദേവികയെയുമാണ് അതിഥി മുറിയിലെത്തിയപ്പോൾ കണ്ടത്. അവനെന്താ വിചാരിച്ചത്? അവൻ്റെ മറ്റേ ഭീഷണിയിൽ നമ്മളങ്ങ് വീണു പോകുമെന്നോ? അവനെന്നെ ശരിക്കും അറിയില്ല. സാക്ഷി ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്ത് അക്ഷമയോടെ റൂമിൽ നടക്കാൻ തുടങ്ങി. എന്താ പുതിയ പ്രശ്നം? അതിഥി നെറ്റിയിൽ കൈവച്ച് 2 പേരോടുമായി ചോദിച്ചു. അവൻ്റെ കയ്യിൽ അവരുടെ പ്രൈവറ്റ് ഫോട്ടോസ് ഉണ്ടെന്ന്. അത് ഇവളുടെ വീട്ടുകാരെ കാണിക്കും, പുറത്തുവിടും എന്നൊക്കെയാ ഭീഷണി. ഞാനപ്പോൾ ഇവളുടെ മുറിയിലേക്ക് പോയില്ലെങ്കിൽ ഇവൾ അതിൽ വീണേനെ. ചേച്ചി, അവ പറഞ്ഞാൽ അതുപോലെ ചെയ്യും. എൻ്റെ വീട്ടിലറിഞ്ഞാൽ അച്ഛനും അമ്മയും മരിച്ചു കളയും ചേച്ചി. ദേവു പൊട്ടിക്കരഞ്ഞു. ആദ്യം നിനക്കാണ് 2 കിട്ടേണ്ടത്. ഇതൊക്കെ പറഞ്ഞാൽ നിന്നെ പേടിപ്പിക്കാമെന്ന് അവന് നന്നായിട്ടറിയാം. ഒറ്റ തവണ നീയൊന്ന് എതിർത്ത് നിന്ന് നോക്ക്. ദേവു, ഇതൊന്നും നിന്നെ ബാധിക്കില്ലെന്ന് കാണിച്ചു കൊടുക്ക്. പിന്നെ അവൻ വരില്ല. സാക്ഷി അവൾക്ക് ധൈര്യം കൊടുത്തു. പക്ഷേ ഇതെന്നെ ബാധിക്കുമല്ലോ ചേച്ചി. അത് നമുക്കല്ലേ അറിയൂ. അവനറിയില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്താൽ അകത്ത് കിടക്കുമെന്ന് അറിയാത്ത പൊട്ടനൊന്നും അല്ലല്ലോ അവൻ. അല്ലെങ്കിലും ഇതൊന്നും ഇപ്പോൾ ഒരു വലിയ വിഷയം പോലുമല്ല.
ചിലപ്പോൾ വീട്ടിൽ ഇതൊക്കെ അറിഞ്ഞാൽ അവർ നിന്റെ കൂടെ നിൽക്കും ദേവു. സ്വന്തം മകളെ ഒരു ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് കണ്ട് വീട്ടുകാർ മിണ്ടാതിരിക്കോ? നമുക്ക് നോക്കാം അവൻ എന്ത് ചെയ്യുമെന്ന്. ഇനി വിളിച്ചാൽ നീ ഫോണെടുത്ത് നല്ലോണം 2 വർത്തമാനം പറയണം. ഇങ്ങനെ പേടിച്ചിട്ടല്ല. സാക്ഷി അവളെ കൂട്ടി ചായ കുടിക്കാൻ ബസ്സിലേക്ക് പോയി. ഇതിൻ്റെ ഇടയിൽ കണ്ണൻ്റെ കാര്യം സാക്ഷിയോട് പറയാൻ അതിഥിക്ക് തോന്നിയില്ല. അവൾ രാത്രി കിടക്കുന്നതിന് മുൻപേ അവൻ വീട്ടിൽ നിന്നിറങ്ങി ട്രെയിൻ കയറിയെന്ന് ഉറപ്പുവരുത്തി. ലയയെ വിളിച്ചു പറഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങൾ, വിഷമങ്ങൾ എല്ലാം വരുമ്പോൾ ഒന്നും ആലോചിക്കാതെ കിടന്നിറങ്ങുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് അവൾക്ക് തോന്നാറുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പ്രശ്നമൊന്നും തീർന്നില്ലെങ്കിലും ഒരു ഭാരം കുറഞ്ഞതുപോലെ തോന്നും. അതിനെ നേരിടാൻ എന്തെങ്കിലുമൊക്കെ വഴി തെളിഞ്ഞു കാണും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും സ്വന്തമായി കാണരുതെന്ന് അമ്മ എപ്പോഴും പറയും. പക്ഷേ അവൾക്കൊരിക്കലും അതിന് കഴിയാറില്ല. പ്രിയപ്പെട്ടവരുടെ കണ്ണു നിറയുമ്പോൾ അത് കണ്ട് വെറുതെ ഇരിക്കാൻ അവൾക്ക് കഴിയാറില്ല. ശരൺ അന്ന് രാത്രി അച്ഛനുമായി സംസാരിച്ചിരുന്നതിനാൽ അവൾ പതിവിലും നേരത്തെ കിടന്നു. പിറ്റേന്ന് ഓഫീസിൽ ലീവ് എടുത്താലോ എന്ന് അവൾ ആലോചിച്ചെങ്കിലും റൂമിൽ ഒറ്റയ്ക്കിരുന്നാൽ ഓരോന്നും ആലോചിച്ച് വീണ്ടും തലവേദനയാകുമെന്ന് ഉറപ്പുള്ളതിനാൽ അവൾ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. അതിഥി, ഞാനിന്ന് ലേറ്റാവും കേട്ടോ. സിദ്ധിൻ്റെ കൂടെ ഒരു പാർട്ടിക്ക് പോകാനുണ്ട്. ഓഫീസ് ബാഗിൽ പാർട്ടിക്കിടാനുള്ള ഡ്രസ്സ് എടുത്ത് വയ്ക്കുന്നതിനിടെ സാക്ഷി പറഞ്ഞു. പൊതുവെ സിദ്ധിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ കളിയാക്കി പിറകെ കൂടാറുള്ള അതിഥി അതിന് മറുപടിയൊന്നും പറയാതെ തലയാട്ടുക മാത്രം ചെയ്ത് ധൃതിയിൽ ആരെയോ ഫോൺ വിളിച്ച് പടികളിറങ്ങുന്നത് സാക്ഷി അല്പം സംശയത്തോടെ നോക്കി നിന്നു. എല്ലാം ഓക്കെയല്ലേ കണ്ണാ? കണ്ണൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതിനാൽ അവൾ നിഹാലിൻ്റെ ഫോണിൽ വിളിച്ച് കാര്യം അന്വേഷിച്ചു. ഞങ്ങൾ ട്രെയിനിലാണ് ചേച്ചി. നാളെ ഉച്ചയോടെ അവിടെ എത്തും. വീട്ടിലിപ്പോൾ എന്താ അവസ്ഥയെന്ന് എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ ഇറങ്ങിപ്പോയെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അച്ഛനോട് അമ്മ എല്ലാം പറഞ്ഞിട്ടുണ്ടാകും. ചേച്ചിയെ വിളിച്ചോ ആരെങ്കിലും? അവൻ്റെ ശബ്ദത്തിൽ അപ്പോഴും പേടിയുണ്ടായിരുന്നു. ഇല്ലടാ, ഞാൻ രാവിലെ വീട്ടിൽ വിളിച്ചപ്പോഴും അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ അവരോടൊന്നും പറഞ്ഞു കാണില്ല. അമ്മായിയെ ഞാൻ വിളിച്ചാൽ ശരിയാവില്ല. ഒരിക്കലും മെസ്സേജ് പോലും അയക്കാത്ത ഞാൻ ഇന്ന് വിളിച്ചാൽ അവർക്ക് സംശയം തോന്നും. നമുക്ക് നോക്കാം. ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്. ഫുഡ് എന്തെങ്കിലും വാങ്ങി കഴിക്കേ രണ്ടാളും. എൻ്റെ വണ്ടി വന്നു, ഞാൻ പിന്നെ വിളിക്കാം. അവൾ കാറിൽ കയറുന്നതിന് മുൻപേ ഫോൺ കട്ട് ചെയ്തു. എടോ സാക്ഷി, ഇന്ന് വൈകിയല്ലേ വരുള്ളൂ. നീ അതുവരെ റൂമിൽ പോയി ഒറ്റയ്ക്കിരിക്കേണ്ട. ഫ്ലാറ്റിലേക്ക് പോരുന്നോ? അവൾ വരുമ്പോഴേക്കും ഞാൻ കൊണ്ടാക്കാം. വാ അതിഥി, നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ശരണിൻ്റെ കൂടെ ചായ കുടിക്കാൻ വന്ന സാമും ശരണിനെ പിന്താങ്ങി. അതെ, ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റിയ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അവൾ ചിരിച്ചുകൊണ്ട് ശരണിനെ നോക്കി. അവസ്ഥയെല്ലാം നമുക്ക് ശരിയാക്കാം. അപ്പോൾ വൈകിട്ട് ഫ്ലാറ്റിൽ കാണാം. സാം ബൈ പറഞ്ഞ് ഓഫീസിലേക്ക് നടന്നു. അവനൊപ്പം ഇറങ്ങിയ ശരണിനെ അവൾ പിടിച്ചിരുത്തി. കുറച്ച് കഴിഞ്ഞ് പോകാം. എടോ, എനിക്ക് വർക്കുണ്ട്, പോകണം. പ്ലീസ് ഒരു 10 മിനിറ്റ്, നമുക്ക് വെറുതെ നടന്നിട്ട് വരാം. അവൾ അവൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. നിനക്ക് ഓർമ്മയുണ്ടോ, ഇവിടെ വെച്ചാണ് നീ എനിക്ക് ആദ്യമായി പൂ തന്നത്? പിന്നെ നല്ല ഓർമ്മയുണ്ട്. ഡയറി വായിച്ചതിന് നീ എന്നെ ചീത്ത പറഞ്ഞതും ഇവിടെ വെച്ചാണ്. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് നടന്നു. പോക്കറ്റിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫോണെടുത്ത് സ്ക്രീനിൽ നോക്കി അവൾ പെട്ടെന്ന് തെറിച്ചു നിന്നു. എന്താ, എന്തു പറ്റിയ? ആരെ ഫോണിൽ? ശരൺ ഫോൺ വാങ്ങി നമ്പർ നോക്കി. അമ്മയല്ലേ, നീ എടുക്ക്, കാര്യം ചോദിക്കേ. അമ്മ ഒരിക്കലും ഈ സമയത്ത് വിളിക്കില്ലടാ. കണ്ണൻ്റെ കാര്യം അറിഞ്ഞിട്ടാവും വിളിക്കുന്നത്. ഞാൻ എന്താ പറയാ? എടോ, കണ്ണൻ്റെ കാര്യം നിനക്ക് അറിയുമെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാനാ? എന്തെങ്കിലും ചോദിച്ചാൽ നീ ഒന്നും അറിയാത്ത പോലെ സംസാരിച്ചാൽ മതി. ഫോൺ എടുക്കാതെ ഇരുന്നാൽ അവർക്ക് സംശയം തോന്നും. അവൻ നിർബന്ധിച്ചപ്പോൾ വിറച്ചുകൊണ്ട് അവൾ ഫോൺ എടുത്തു. അമ്മോ, നീ ഒന്ന് വീട്ടിലേക്ക് വരുമോ? ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അമ്മായി അമ്മാവനും ആകെ വിഷമത്തിലാണ്. കണ്ണനെ കാണാനില്ല, വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഞാൻ എത്ര ചോദിച്ചിട്ടും രണ്ടാളും ഒന്നും പറയുന്നില്ല. കണ്ണൻ നിന്നെ വിളിച്ചോ? ഇല്ലല്ലോ, അവൻ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വല്ലയിടത്ത് പോയതാവും. 2 ദിവസം കഴിഞ്ഞാൽ വന്നോളും. ഞാനിപ്പോൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ അവൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ചു നോക്കാം. അവൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. അവൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചു. ആർക്കും ഒന്നും അറിയില്ല. അലമാരയിലുണ്ടായ സർട്ടിഫിക്കറ്റും അവൻ്റെ സാധനങ്ങളും എല്ലാം എടുത്ത് ആണ് അവൻ പോയത്. പോലീസിൽ പരാതി കൊടുത്താലോ എന്നാണ് എല്ലാവരും പറയുന്നത്. പോലീസിലോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ, അവൻ വന്നോളും. കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായി. നീ ഇവിടെ വരെ ഒന്ന് വാ. അമ്മായിക്ക് അമ്മാവന് അതൊരു ആശ്വാസമാകും. പിന്നെ കണ്ണൻ നീയായിട്ടല്ലേ കൂട്ട്. അവൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞു കാണില്ലേ? കുടുംബത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണ്ടേ അമ്മോ? അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? വന്നിട്ട് നീ നാളെ തന്നെ തിരിച്ചു പൊക്കോ. ഞാൻ പറയാം അവരോട് നീ വരുമെന്ന്. തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുൻപേ അമ്മ കോൾ കട്ട് ചെയ്തു. പോയില്ലെങ്കിൽ അത് അടുത്ത പ്രശ്നമാകും. അമ്മയുടെ സംസാരം കേട്ടിട്ട് അമ്മായി ആരോടും കാര്യമൊന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഞാൻ അവിടെ വരെ ഒന്ന് പോയാലോ? എന്താണ് അവിടെ തീരുമാനമെന്നറിയാലോ? ഇനി അമ്മായി എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഒന്ന് തണുപ്പിക്കാൻ പറ്റിയാലോ? അവൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അവനെ നോക്കി. എടോ, നീ ഇപ്പോൾ നാട്ടിൽ പോയി വന്നതല്ലേ ഉള്ളൂ, ഇനിയും പോണോ? ശരണിന് വീണ്ടും അവളെ കാണാതിരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം വരും. ഇന്ന് രാത്രി ബസ് കയറിയാൽ നാളെ രാവിലെ അവിടെ എത്തും. വൈകിട്ട് ഞാൻ തിരിച്ചു കയറും. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടുത്തെ കാര്യം ആലോചിച്ച് ഒരു സമാധാനം ഉണ്ടാകില്ല. നിനക്കതാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ പോയിട്ട് വാ. അവൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി. കഥ തുടരും.